അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ആദരണീയനായ ഈ മഹല്ല് കുടുംബ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, ഈ മഹലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് കൂടിയായ എൻ്റെ പ്രിയ സുഹൃത്തും ജ്യേഷ്ഠ സഹോദരനുമായ നാസർ ബാലുശ്ശേരി, ഇവിടെ സ്വാഗതം ആശംസിച്ച അബ്ദുൽ ജലീൽ സാഹിബ്, വേദിയിലുള്ള കാരണവന്മാരായ വടക്കയിൽ മുഹമ്മദ് സാഹിബ്, KN മൊയ്തി സാഹിബ്, അതുപോലെ തന്നെ ഇതിൻ്റെ മുൻ സെക്രട്ടറിമാരൊക്കെ ആയിരുന്ന അബൂബക്കർ മാഷ്, T അബ്ദുൽ ജബ്ബാർ സാഹിബ്, അങ്ങനെ വേദിയിലുള്ള ഈ മഹലിലെ കാരണവന്മാരെ, സാരഥികളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വളരെ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. കുറേയധികം പരിപാടികളിൽ ഞങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ട്. ഇന്ന് തന്നെ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രത്യേകമായ സംഗമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് 2 മണിക്ക് എൻ്റെ നാട്ടിലേക്ക് തന്നെ അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ തിരിച്ചെത്തേണ്ടതുമുണ്ട്. അതെല്ലാം ഉണ്ടായിട്ടും ബാലുശ്ശേരി മഹലിൻ്റെ കുടുംബസംഗമമുണ്ട് എന്ന് നമ്മുടെ സംഘാടകർ അറിയിച്ചപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിച്ചത് തന്നെ ഇങ്ങനെയുള്ളൊരു പരിപാടിയോട് നമുക്കുള്ള ഒരു താല്പര്യം കൊണ്ടാണ്. കാരണം ഇതൊരു ദൗത്യ നിർവഹണം കൂടിയാണ് നിങ്ങളുടെ. സാധാരണ നമ്മുടെ മഹല്ലുകളിൽ നിന്ന് അവിടെയുള്ള ഒരു യാന്ത്രികമായ ചില പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വെള്ളിയാഴ്ച ജുമുഅ ഉണ്ടാവും, പിന്നെ സാധാരണ നടക്കുന്ന ഏതെങ്കിലും 1-2 ക്ലാസ്സുകൾ ഉണ്ടാവും, പിന്നെ മദ്രസ ഉണ്ടാവും. അത് നടത്തിക്കൊണ്ട് പോവുക എന്നതിലപ്പുറം ആ മഹലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെയുള്ള കുട്ടികളും യുവാക്കളും സ്ത്രീകളും മുതിർന്നവരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, അവർ നേരിടുന്ന പ്രതിസന്ധികൾ ഏതൊക്കെയാണ് എന്നെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനൊക്കെ പരിഹാരമുണ്ടാക്കുന്ന ഒരു ജോലി കൂടി മഹല്ല് നേതൃത്വം ചെയ്യുക എന്നത് ഈ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമാണ്. അങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്വത്തിലേക്ക് കടക്കുന്ന മഹല്ലുകൾ നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവാണ്. അവരോട് ഇങ്ങനെയൊക്കെ ഒരു പ്രോഗ്രാം വേണം എന്ന് പറഞ്ഞാലും പള്ളി തന്നെ നടത്തിക്കൊണ്ടു പോകാൻ ഞങ്ങൾ വല്ലാതെ കഷ്ടപ്പെടുകയാണ്. പിന്നെ അതിൻ്റെ മേലൊരു പ്രോഗ്രാമും കൂടി എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഉള്ളിലേക്ക് ചുരുങ്ങുകയാണ് ചെയ്യുക. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ ഇങ്ങനെ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന രീതിയിൽ ഒരു മഹല്ല് സമ്മേളനം സംഘടിപ്പിച്ചു എന്നത് ഈ കാലഘട്ടത്തിൽ ഒരു മുസ്ലിം മഹല്ല് ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ്, കടമയാണ്. അത് നിർവഹിച്ചതിൽ ഇതിൻ്റെ ഭാരവാഹികളെയും ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്നവരെയും ഇവിടെ വന്നു ചേർന്ന ഈ മഹല്ലിലെ എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അള്ളാഹു ഒരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല, ഇതൊരു കടമ കഴിക്കാൻ വേണ്ടിയുള്ളൊരു പ്രോഗ്രാം അല്ല. ഇവിടെ വന്ന് കണ്ടാൽ തന്നെ അത് മനസ്സിലാവും. നിങ്ങൾ എത്രയോ നാളുകളായി ഇതിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മളൊരു വീട്ടിലൊരു കല്യാണമൊക്കെ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം നിങ്ങളുടെയൊക്കെ മുഖത്തുണ്ട്, സംഘാടകരിലുണ്ട്. ഇവിടെ വിശാലമായ പന്തൽ കെട്ടി സൗകര്യങ്ങൾ ഒരുക്കി, ഇന്ന് ഭക്ഷണം ഒരുക്കി, ഇന്ന് മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നിങ്ങളിവിടെ വന്നു എന്നുള്ളത് തന്നെ ഈ പള്ളിയോടും ഈ മഹല്ലിനോടും ഈ ആദർശത്തോടും ഒക്കെ നിങ്ങൾ കാണിക്കുന്ന അങ്ങേയറ്റത്തെ ഒരു താല്പര്യം തന്നെയാണ്. ഈ ഒരു മനോഹരമായ സംഘാടനവും വളരെ പ്രസക്തമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഇതിന് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ ഒരു മഹല്ലിൻ്റെ കുടുംബ സമ്മേളനം
ഉദ്ഘാടനം ചെയ്തതായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഞാൻ അറിയിക്കുകയാണ്. ഇതോടൊപ്പം എനിക്കിവിടെ ഒരു വിഷയം കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. ഞാൻ നേരിട്ട് അതിലേക്ക് പ്രവേശിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും ഇവിടെ പ്രഭാഷകന്മാർ കടന്നു വരാനുണ്ട്. ലിബറലിസവും മൂല്യബോധവും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് കുറച്ച് സമയം നിങ്ങളോട് സംവദിക്കാനുള്ളത്. എന്താണ് ലിബറലിസം? ഈ വാക്ക് നിങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയിട്ടുണ്ടാവും. ഇനി കേൾക്കാത്ത ആളുകളാണെങ്കിലും ഇത് അനുഭവിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അതാണ് ഈ ലിബറലിസത്തിൻ്റെ ഒരു പ്രത്യേകത. എനിക്കെന്താ ലിബറലിസം എന്നറിയില്ല, അതിൻ്റെ അർത്ഥം അറിയില്ല, അതിൻ്റെ ആശയം അറിയില്ല എന്നൊക്കെ ആരൊക്കെ പറഞ്ഞാലും ഇത് നമ്മൾ വ്യക്തിപരമായി, കുടുംബപരമായി, സാമൂഹ്യമായി ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു കൊള്ളണമെന്നില്ല, അല്ലാതെ തന്നെ നമ്മളെ ജീവിതത്തിൽ നിന്ന് അനുഭവിക്കും. പക്ഷെ അതാണ് അനുഭവിക്കുന്നത് എന്ന് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. ഞാനിപ്പോൾ എൻ്റെ മക്കളിൽ നിന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന വെല്ലുവിളി ഈ ലിബറലിസത്തിൻ്റെ ഭാഗമാണ് എന്നൊരു പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ എൻ്റെ രക്ഷിതാക്കളിൽ നിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം ഈ പുതിയ ലിബറൽ സംസ്കാരത്തിൻ്റെ ബാക്കിയാണ് എന്ന് ഒരുപക്ഷെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. നമ്മുടെ വിദ്യാലയങ്ങളിൽ വന്ന മാറ്റം ഈ ലിബറലിസത്തിൻ്റെ ബാക്കി പത്രമാണ് എന്ന് ഒരുപക്ഷെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒറ്റ വാക്കിൽ ഇതിനെ ഞാനൊരു അക്കാദമികമായി പറയുന്നതിന് പകരം നിങ്ങൾക്ക് അനുഭവവേദ്യമായ ഒരു കാര്യം ഞാൻ അതിൻ്റെ എന്താണ് ലിബറലിസത്തിലൂടെ നാട്ടിൽ, സ്വതന്ത്രവാദത്തിലൂടെ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് മാത്രം ഒരൊറ്റ വാക്കിൽ ഞാൻ പറയാം. അത് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ സമൂഹത്തെ എന്ന് പറഞ്ഞാൽ ഈ മതപരമായ സമൂഹത്തെ, ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ ഇസ്ലാമിക സംസ്കാരം ഉൾക്കൊള്ളുന്ന ഈ മുസ്ലിം സമൂഹത്തെ ഈ മതത്തിൽ നിന്ന് മാറ്റി ഒരു മതനിരാസത്തിലേക്ക്, ഒരു മതരഹിത ജീവിതത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള ഒരു കുറുക്കുവഴിയുടെ പേരാണ് ലിബറലിസം എന്ന് പറയുന്നത്. കാരണം എന്താണ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഈ മുതിർന്ന ആളുകൾക്ക് ഓർമ്മയുണ്ടാവും, പണ്ട് നമ്മൾ കോഴിക്കോടൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് യുക്തിവാദികൾ രംഗത്തുണ്ടായിരുന്നു. നമ്മുടെ കലാനന്ദൻ മാഷെ ഒക്കെ നേതൃത്വത്തിൽ ആളുകളുണ്ടായിരുന്നു. അവർ യുക്തിവാദി സമ്മേളനം, സംസ്ഥാന സമ്മേളനം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, വലിയ സമ്മേളനമൊക്കെ സംഘടിപ്പിക്കും. അതിൻ്റെ വാർത്തയൊക്കെ പത്രങ്ങളിൽ വരും. പക്ഷെ ആ സമ്മേളനം തിരഞ്ഞാൽ എവിടെയും കാണൂല. പിന്നെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആ സമ്മേളനത്തിൽ ഏറി വന്ന 100 ആൾ, 200 ആൾ, അതൊക്കെയാണ് എൻ്റെ മാക്സിമം പങ്കെടുത്തിരുന്ന ആൾക്കാർ. അതുകൊണ്ടത് ആളുകൾ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. അവർ പച്ചക്ക് പറയായിരുന്നു, എന്ത് ദൈവമല്ല, മതമല്ല, മതം ശരിയല്ല, പരലോകമല്ല, പടച്ചമല്ല, അങ്ങനെ ഈശ്വരനൊന്നുമില്ല എന്ന് കൃത്യമായി നിരീശ്വരവാദം പറഞ്ഞുകൊണ്ടാണ് അവർ ആ മുന്നോട്ട് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ എന്ത് ചെയ്യൂല, അത് മതമല്ല എന്ന് പറയുന്ന ആൾക്കാരാണ്, അത് ദൈവമല്ല എന്ന് പറയുന്ന ആൾക്കാരാണ്. നമ്മൾ മതവിശ്വാസികളല്ലേ, നമ്മൾ പടച്ചമുണ്ട് പരലോകമുണ്ടെന്ന് വിശ്വസിച്ച ആൾക്കാരല്ലേ, അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകാൻ പാടില്ല എന്ന ഒരു ധാരണ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു അകലവും അതിൽ നിന്ന് പാലിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഇതേ നിരീശ്വരവാദം, നിർമ്മതവാദം, മതനിരാസം, ലിബറലിസത്തിൻ്റെ കുപ്പായമിട്ട് അതിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് നമ്മൾ അറിയാതെ നമ്മളിലേക്ക് വരുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അവസാനം സംഭവിക്കുന്ന റിസൾട്ട് എന്തായിരിക്കും? മതം ഉപേക്ഷിക്കലായിരിക്കും. അത് അവസാനം നമുക്ക് മനസ്സിലാവുള്ളൂ. പൊട്ടക്കിണറ്റിൽ ചാടിയ ശേഷം മാത്രമേ ഞാൻ കിണറ്റിൽ വീണിരിക്കുന്നു എന്ന് അറിയുകയുള്ളൂ. ആ ചാടുന്നത് വരെ നമ്മൾ വേറെന്തോ ഒരു ടൂറ് പോകണ മേനിയിലാണ് പോവുക. പോയിട്ട് ചാടിയ എന്ത് ചെയ്യും, അത് ആ കിണറ്റിൽ ചാടിയല്ലോ എന്ന് മനസ്സിലാവും. പിന്നെ നമുക്ക് തന്നെ കയറി പോരാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും. അതാണ് ഇന്ന് ലിബറലിസം മുസ്ലിം സമുദായത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒരൊറ്റ ഉദാഹരണം ഞാൻ വേഗം പറഞ്ഞാൽ അവിടെ സ്ത്രീകൾക്കൊക്കെ മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അതായത് എങ്ങനെയാണ് ഒരു സമൂഹത്തെ മതമില്ലാത്തവരായി, മതരഹിതരായി മാറ്റുന്നത് ലിബറലിസം എന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളിൽ ഇന്ന് പ്രകടമായി കാണുന്ന, സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ ആക്ടിവിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇന്റർ കാസ്റ്റ് മാരേജാണ്. അതായത് മിശ്ര വിവാഹം. അതിനെ ഇന്ന് വലിയ തോതിൽ ഇന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് കല്യാണം കഴിക്കാനും മതവും ജാതിയും വർഗവും ഇതൊന്നും നോക്കേണ്ടതില്ല. അത് ഇഷ്ടം നോക്കിയാൽ മതി. ആരെ ഇഷ്ടപ്പെട്ടോ അതവർക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. അത് അവരെ ഇഷ്ടമല്ലേ. അവരുടെ മതം, അവർ ക്രിസ്ത്യാനിയാണോ, ഹിന്ദു ആണോ, മുസ്ലിം ആണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല.
അത് കല്യാണം കഴിച്ചു കൊടുക്കുക, അവർ ജീവിച്ചോട്ടെ. അവർ 18 വയസ്സായാൽ അവരവർ തീരുമാനം അനുസരിച്ച് പോകല്ലേ, പോയിക്കോട്ടെ, എന്താ കുഴപ്പം? ഈ രീതിയിലേക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് പിന്നെ മിശ്ര വിവാഹത്തിനായി കഴിഞ്ഞാൽ അവർ നിർബന്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ മതം രണ്ടാളും മാറാൻ പാടില്ല എന്ന്, അങ്ങനെ തന്നെ നിൽക്കണം. അതായത് ഈ ഹിന്ദു ഒരു മുസ്ലിമിനെ കെട്ടിയാൽ അവൻ ഹിന്ദുവായിട്ടും അവൾ മുസ്ലിമുമായിട്ടും തന്നെ എന്ത് ചെയ്യണം, ജീവിച്ചു പോകണം. അതിന് വേറൊരു തന്ത്രമുണ്ട് അതിൻ്റെ പിന്നിൽ, അത് ഞാൻ പറയാം. ഇങ്ങനെയുള്ള വിവാഹങ്ങളെ ഇന്ന് നമ്മുടെ മന്ത്രിമാരും ജനപ്രതിനിധികളും ഒക്കെ എന്ത് ചെയ്യും, സ്റ്റേജിൽ വെച്ചുകൊണ്ട് വല്ലാതെ ആദരിക്കുകയും ചെയ്യും. അതിലൊന്ന് മഫ്തയിക്കെട്ട് വളരെ ഉഷാറായി നിൽക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടി, ഇപ്പുറത്ത് ഒരു ഹൈന്ദവനോ അല്ലെങ്കിൽ ഒരു ക്രൈസ്തവനോ ആയിട്ടുള്ള ഒരു വ്യക്തി. എന്നിട്ട് അവർക്ക് ചുവപ്പ് മാല ഇട്ട് കൊടുത്ത് ഫോട്ടോ എടുത്ത് അത് പത്രത്തിൽ വലിയ സംഭവമായിട്ട് എന്ത് ചെയ്യും, ആഘോഷിക്കുകയും ചെയ്യും. അപ്പം എന്തിനാ നിങ്ങൾ ഈ മിശ്ര വിവാഹം കഴിഞ്ഞാൽ മതം മാറാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്താ? അതിന് കാരണമുണ്ട്. അതെന്താ അറിയോ? ഇവർക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ, ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടി പിന്നെ ഏത് മതം അനുസരിച്ച് ജീവിക്കണം? തർക്കമില്ല ഇവർ രണ്ടാളുടെ ഇടയിൽ. അതായത് അച്ഛൻ ആരാണ്? ഹിന്ദുവാണ്, അമ്മ മുസ്ലിമാണ്. അപ്പം അമ്മ എന്ത് പറയും? ഇത് മുസ്ലിമായിട്ട് വളർന്നോട്ടെ എന്ന് പറഞ്ഞാൽ മറ്റേ ആൾ സമ്മതിക്കൂല. ഇത് ഹിന്ദു ആയിട്ട് വളർന്നോട്ടെ പറഞ്ഞാൽ ഇവരും സമ്മതിക്കൂല. അപ്പം പിന്നെ രണ്ടാളൊരു തീരുമാനത്തിലെത്തുന്നത്, അവൻ പ്രായപൂർത്തിയായിട്ട് അവൻ തീരുമാനിച്ചോട്ടെ, എന്നിട്ട് അവനനുസരിച്ച് പോയിക്കോട്ടെ. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രായപൂർത്തിയാകുന്നത് വരെ ഒരു മതപാഠശാലയിലും അയക്കൂല. അതായത് അമ്പലത്തേക്കും പോകില്ല, ചർച്ചിക്കും പോകില്ല, പള്ളിക്കും പോകില്ല, മദ്രസക്കും പോകില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു മതവും കിട്ടൂല. അപ്പൊ പിന്നെ അവൻ അവസാനം പിന്നെ എന്താ പറയാ? ഞാനൊരു മതത്തിന് വിശ്വസിക്കുന്നില്ല അതല്ലേ പറയുള്ളൂ. കാരണം ഒരു മതവും കിട്ടിയിട്ടില്ലല്ലോ, അതല്ലേ സംഭവിക്കുക, യാദൃശ്ചികം അല്ലേ? അപ്പൊ എന്തായി? അവനൊരു മതവുമില്ലാത്ത ഒരാളായി വന്നു. അപ്പൊ എന്തായി? ഒന്നാമത്തെ തലമുറയിൽ മതമുണ്ടാകും, എന്നാൽ അവർക്കുണ്ടാകുന്ന കുട്ടികളിൽ എന്തുണ്ടാവില്ല? പിന്നെ മതം ഉണ്ടാകില്ല. അങ്ങനെയുള്ള ആളുകൾ വളർന്നു വർദ്ധിച്ചു വരുമ്പോൾ പിന്നെ മതമില്ലാത്തവർ തമ്മിൽ തന്നെയാണ് കല്യാണം നടക്കുക. പിന്നെ ഉണ്ടാകുന്ന തലമുറ മതരഹിത സമൂഹമായിരിക്കും. ഇതൊന്നും ഭാവിയിൽ ഏതോ ഇനി വർഷങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് തെളിവുകൾ വേണമെങ്കിൽ ഞാൻ ഒരുപാട് തരാം. ഞാൻ തരേണ്ടതില്ല. നിങ്ങളുടെ വീടകങ്ങളിലേക്ക് നോക്കിയാൽ മതി, നിങ്ങളുടെ അയൽപ്രദേശങ്ങളിലേക്ക് നോക്കിയാൽ മതി, നിങ്ങളുടെ മഹല്ലുകൾ തപ്പിയാൽ മതി, നിങ്ങളുടെ പഞ്ചായത്തുകളിൽ നോക്കിയാൽ മതി, കേരള സംസ്ഥാനത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഇന്റർകാസ്റ്റ് മാരേജ് പറഞ്ഞതും പറയാത്തതും അറിഞ്ഞതും അറിയാത്തതുമായി ഇന്ന് പല രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ തിരുവനന്തപുരത്ത് ഒരു കൊലപാതകം നടന്നത്? ഒരു യുവാവ് വീട്ടിലെ 5 പേരെയാണ് ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്നത്. ആ അടിച്ചു കൊന്നതിൽ ഒരു കുട്ടി ആരായിരുന്നു? അവന്റെ വീട്ടിലേക്ക് കടന്നു വന്ന ഒരു കാമുകിയായിരുന്നു അവൻ കൊന്ന ഒരാള്, ഒരു കുട്ടി. ആ കാമുകി ആരായിരുന്നു? 3 ദിവസമായിട്ട് ആ വീട്ടിൽ താമസിക്കുന്ന കുട്ടിയാണ്. അവൻ വിവാഹം കഴിച്ചിട്ടില്ല. വിവാഹം കഴിക്കാതെ മറ്റൊരു വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന കുട്ടിയെ സ്വന്തം വീട്ടിൽ 2-3-4 ദിവസം താമസിപ്പിക്കാൻ അവിടെയുള്ള ഉപ്പ സമ്മതിച്ചു, അവിടെയുള്ള ഉമ്മ സമ്മതിച്ചു, അവിടെയുള്ള കുടുംബങ്ങൾ സമ്മതിച്ചു. അഥവാ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഇന്ന് മുസ്ലിം കുടുംബങ്ങളടക്കം മാറിയിരിക്കുന്നു. ഏത് കുടുംബത്തിൽ നിന്ന് ആരെ ഇറക്കിക്കൊണ്ടുവന്നാലും അവരെ കയറ്റി സ്വീകരിക്കാൻ പാകത്തിലേക്ക് ഇന്ന് സമൂഹം ആ മാനസികാവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിനൊന്നും വിമർശിക്കാൻ പോലും പാടില്ല. നമ്മളിപ്പോൾ ഞാനിവിടെ ഈ വേദിയിൽ നിന്നിട്ട് മിശ്ര വിവാഹിതരാകാൻ പാടില്ല മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിവാദ പ്രസംഗം നടത്തി എന്നാണ് പറയാം. ബാലുശ്ശേരി മഹലിന്റെ കുടുംബ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്ന വേളയിലാണ് അഷ്റഫ് സാഹിബ് ഒരു വിവാദ പരാമർശം നടത്തിയത്. എന്താ വിവാദ പരാമർശം? മിശ്ര വിവാഹം നടത്തുന്നത് മുസ്ലിങ്ങൾക്ക് പാടില്ല എന്ന് പറഞ്ഞത്. പാടില്ല എന്ന് പോലും പറയാൻ പാടില്ല, അപ്പം വിവാദമായത്. എന്നാൽ ഒരു കാര്യമേ അത്തരം ആളുകളോട് പറയാനുള്ളൂ. ഇസ്ലാമിന്റെ വിവാഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്താണ്? ഇസ്ലാമിൽ വിവാഹത്തിന് നോക്കുമ്പോൾ നിങ്ങൾ ആദ്യമായി പരിഗണിക്കേണ്ടത് നിങ്ങളുടെ ദീനാണ്, നിങ്ങളുടെ മതമാണ്, നിങ്ങളുടെ വിശ്വാസമാണ് എന്നാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് വിവാഹത്തിന്റെ സന്ദർഭത്തിൽ നിങ്ങൾ മതം നോക്കണം, അവരുടെ ജീവിത രീതി പരിഗണിക്കണം എന്ന് പറയാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. അതല്ലാതെ നമ്മൾ മിശ്രവിവാഹിതരായി പോകുന്ന ആൾക്കാരെ ആക്ഷേപിക്കാനും കളിയാക്കാനും തമാശയാക്കാനും അവരെ ചാപ്പയടിക്കാനൊന്നും നമ്മളാരും പോകുന്നില്ല. പക്ഷെ മുസ്ലിം സമുദായത്തിൽ നിന്ന് പോകുന്ന സഹോദരികൾ
സഹോദരന്മാർ, ഇത് ചെയ്യരുത് എന്ന് മിമ്പറിൽ പറയും, കുടുംബ സമ്മേളനത്തിൽ പറയും, പൊതുയോഗത്തിൽ പറയും, ഫേസ്ബുക്കിൽ എഴുതും. അതിന് ഒരാളും ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഭീഷണിപ്പെടുത്താൻ വരേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് നമ്മുടെ രാജ്യം ഇവിടെ അനുവാദം നൽകുന്നുണ്ട്. പക്ഷെ കുറച്ച് ആളുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ട് ഇതൊന്നും ഇനി എതിർക്കാൻ പാടില്ല എന്നാണ്. അത് ഇവിടെ പറയാൻ പറ്റില്ല. ഇന്ത്യ രാജ്യമാണെങ്കിൽ, ഇതിനൊരു ഭരണഘടനയുണ്ടെങ്കിൽ, ആ ഭരണഘടനയിൽ നമ്മുടെ വിശ്വാസം അനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ അനുവാദം നൽകുന്നുണ്ടെങ്കിൽ, നമ്മുടെ മതം പ്രചരിപ്പിക്കാൻ അനുവാദം നൽകുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിരിക്കും, അത് പറഞ്ഞേ മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, ഇന്ന് ലിബറലിസം എന്ന് പറയുന്നത് പല ന്യായീകരണങ്ങൾ പറഞ്ഞു വന്നുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയെ, അടുത്തൊരു ജനറേഷനെ മതത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കി കൊണ്ടുപോവുക, മതരഹിത സമൂഹം ഉണ്ടാക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. അത് നമ്മൾ തീർച്ചയായും തിരിച്ചറിയണം. എന്താ പരിഹാരം? അതാണല്ലോ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രശ്നം പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ആ പരിഹാരത്തിന് ഒരു ഒറ്റമൂലി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ലിബറലിസം എന്ന് പറയുന്നത് ഇഹലോകബന്ധിതമാണ്. അത് മരണത്തോടു കൂടി അവസാനിക്കുന്ന അജണ്ടയാണ്. എന്നാൽ മൂല്യബോധം എന്ന് പറയുന്നതോ അത് മരണത്തിന് ശേഷം കൂടി നീണ്ടു നിൽക്കുന്നതാണ്, അഥവാ പരലോകത്തിൽ ബന്ധിതമാണ്. അതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പൊ ഈ മഹല്ല് സമ്മേളനത്തിൽ വന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്താ, ഇത് ആരോടെങ്കിലും പ്രസംഗിക്കല്ല, ഇത് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടുമാണ് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ ഏത് വക്താക്കളാകണം? ലിബറലിസത്തിന്റെ വക്താക്കളാകണോ? എന്നാൽ നമുക്ക് പരലോകം ഉണ്ടാവില്ല. അതല്ല, നമ്മൾ മതപരമായ ജീവിത വീക്ഷണമുള്ളവരാകണോ? അപ്പൊ ലിബറൽ കാഴ്ചപ്പാടുകൾ മുഴുവൻ നമുക്ക് എടുക്കാനും പറ്റില്ല. ഇതിപ്പം ഇന്ന് മുസ്ലിം സമുദായം എവിടെ നിൽക്കണമെന്ന് വെച്ചാൽ, രണ്ട് തോണിയിലാ കാല്. കുറെ ഇതിലൂടെ പോവും, കുറെ ഇതിലൂടെ പോവും. ഏത് ലെവലിലാണ് പോകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. കുറെ ഈ ലിബറലുകാർ പറയുന്ന ആശയത്തിന്റെ കൂടെ പോവും, കുറെ പള്ളിക്കൊന്ന് ഹുത്തുബീന്ന് കേൾക്കുന്ന കാര്യങ്ങൾ പിന്നാലെയും പോവും. എന്നിട്ട് ആകെ കൺഫ്യൂഷനായിട്ട് നടക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ എനിക്ക് ഈ സമ്മേളനത്തിൽ വന്നവരോട് പറയാനുള്ളത്, നിങ്ങളൊരു കാര്യം തീരുമാനിക്കുക. എന്തിനാ ഈ പന്തലിട്ടത്? എന്തിനാ നിങ്ങൾ ഭക്ഷണം വെച്ചത്? എന്തിനാ ഇത്രയും ദിവസം നിങ്ങൾ സ്ക്വാഡ് വർക്ക് നടത്തിയത്? ഇതൊരു സമ്മേളനം നടത്തി പിരിച്ചുവിടാനല്ല, ചില ബോധ്യങ്ങൾ ഉണ്ടായി തിരിച്ചു പോകാനാണ്. അത് സ്വന്തം ജീവിതത്തിൽ പകർത്താനാണ്, അത് സ്വന്തം കുടുംബത്തിൽ ഉണ്ടാകാനാണ്. എന്താണ് ആ കാഴ്ചപ്പാട്? നമുക്കുണ്ടാകേണ്ട കാഴ്ചപ്പാട്, മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തോടുകൂടി അവസാനിക്കുന്നതല്ല. രണ്ടാമതൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിലാണ് എനിക്ക് സുരക്ഷയുള്ളത്. അവിടെ ഒരു സ്വർഗമുണ്ട്, അവിടെ ഒരു നരകമുണ്ട്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, ആ സ്വർഗത്ത് പോകണം. അതിനാണ് ഞാൻ ജീവിക്കുന്നത്. ഇതൊരു പരീക്ഷണ ഹാളാണ്. അത്രയും നമ്മൾ മനസ്സിലാക്കണ്ടോ ഈ ദുനിയാവിനെ പറ്റി. അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഞാൻ പറയുമ്പോൾ അതൊക്കെ ഇപ്പോൾ ജീവിച്ചിട്ടല്ലേ മരിക്കുക. ചില ആൾക്കാർ അങ്ങനെ പറയാം. പ്രത്യേകിച്ച് പുതിയ ജനറേഷനൊക്കെ എന്താ പറയാ, ജീവിച്ചിട്ടല്ലേ മരിക്കുക, ഇപ്പം അടിച്ചു പൊളിച്ച് ജീവിക്കുക. നിങ്ങളെ അവസാനത്തെ ഒരു 10, 80, 90 വയസ്സാകുമ്പോൾ അപ്പോൾ നോക്കാം പള്ളി മദ്രസൊക്കെ എന്ന്. ഇപ്പം ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കില്ലേ എന്ന്. അത്രക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇവിടെ പ്രസംഗിക്കുന്നുണ്ട്. ഈ പ്രസംഗങ്ങൾ അവസാനിപ്പിക്കും എന്ന് ഉറപ്പ് പറയാൻ എനിക്ക് എന്ത് ഗ്യാരണ്ടി ഉള്ളത്? നിങ്ങളിവിടെ ഇരിക്കുന്നുണ്ട്, ഇന്ന് വൈകുന്നേരം വരെ ഇവിടെ നിങ്ങൾ ഇരിക്കുമെന്ന് ഉറപ്പ് പറയാൻ എന്ത് ഗ്യാരണ്ടി ഉള്ളത്? എത്ര അനുഭവങ്ങളാണ് സുഹൃത്തുക്കളെ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയത്. ഓരോ ദിവസവും പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ നോക്കൂ നിങ്ങൾ, വാട്സപ്പിൽ വരുന്ന മരണ സന്ദേശങ്ങൾ നോക്കൂ നിങ്ങൾ, അല്ലേ? നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു, സ്ട്രോക്ക് വരുന്നു, അറ്റാക്ക് വരുന്നു. ഇന്ന് 40 വയസ്സിൻ്റെ 60 വയസ്സിൻ്റെ ഇടയിലുള്ള ആളുകൾക്കാണ് കൂടുതൽ സ്ട്രോക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇശാ നമസ്കാരത്തിന് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പരസ്പരം കണ്ട് സലാം പറഞ്ഞ് നാളെ ഉച്ചയ്ക്ക് കാണാമെന്നും പറഞ്ഞു കണ്ട് പിരിഞ്ഞ ആളാണ് സുബൈക്ക് പിന്നെ ഫോൺ വരുന്നത്. എന്ത്? അദ്ദേഹം നേരെ കടന്നു, പിന്നെ രാവിലെ പോയി വിളിച്ചു നോക്കുമ്പോൾ അനങ്ങളില്ല. എത്ര പെട്ടെന്ന് ആളുകൾ നമ്മളിൽ നിന്ന് പോയത്. നമ്മളെ കുടുംബത്തിൽ എത്ര ആളുകൾ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി. അള്ളാഹു അവരുടെ കബറിടമൊക്കെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. സുഹൃത്തുക്കൾ, അതുപോലെ നമ്മൾ എപ്പോഴും അവിടുന്ന് പോവുക എന്ന് പറയാൻ കഴിയില്ല. അത്രക്ക് നിസ്സാരന്മാരാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ എല്ലാ കാലത്തും ഇവിടെ അങ്ങനെ ഉണ്ടാവും. ഇല്ല. എന്താ വിശുദ്ധ ഖുർആൻ മരണത്തെക്കുറിച്ച് പറഞ്ഞത്? ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ ഓടി അകന്നുകൊണ്ടിരിക്കുന്ന ആ മരണമുണ്ടല്ലോ, ആ മരണത്തിന്റെ പ്രത്യേകത പറയുന്ന നോക്കി നിങ്ങൾ. നിങ്ങൾ ഓടി അകന്നുകൊണ്ടിരിക്കുന്ന ആ മരണമുണ്ടല്ലോ, അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ثم تردون إلى عالم الغيب والشهادة. ആ മരണത്തോടുകൂടി അത് അവസാനിക്കുമായിരുന്നുവെങ്കിൽ ഈ ബാലുശ്ശേരി പള്ളി നമ്മൾ ഉണ്ടാക്കേണ്ടിയിരുന്നില്ല.
മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുമായിരുന്നുവെങ്കിൽ ഈ കുടുംബ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കേണ്ടിയിരുന്നില്ല. മരണത്തോടുകൂടി ഇത് അവസാനിക്കുമായിരുന്നുവെങ്കിൽ എടത്തനാട്ടുകരയിൽ നിന്ന് ഞാൻ ഇവിടെ വന്ന് പ്രസംഗിക്കേണ്ടിയിരുന്നില്ല. സുഹൃത്തുക്കളെ, മരണത്തോടുകൂടി ജീവിതം തുടങ്ങുകയാണ്. ആ ദൃശ്യവും അദൃശ്യവും അറിയുന്ന അള്ളാഹുവിലേക്ക് നമ്മൾ മടക്കിക്കൊണ്ടുപോകും. നിങ്ങൾ ചെയ്ത ഓരോ കാര്യത്തെ പറ്റിയും വിവരമറിയിക്കുന്ന ദിവസം നാളെ വരാനുണ്ട്. അതുകൊണ്ടാ സുഹൃത്തുക്കളെ നമ്മള് ഈ കാര്യങ്ങളൊക്കെ അവർ ചെയ്യാനുള്ള കാരണം. അപ്പോൾ മരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്, രണ്ടാമത് എഴുന്നേറ്റ് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടാ കാര്യം? ഞാനിത് വിശദീകരിക്കണില്ല, പക്ഷെ നിങ്ങൾ ഓർത്തു വെക്കണം. ആ അടിക്കല്ല് ഇളകിയതാണ് ഈ ലിബറലിസത്തിന്റെ പിന്നാലെ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതതിന്റെ പ്രധാനപ്പെട്ട കാരണം. മരിച്ച രണ്ടാമത് വരുമെന്ന് ശരിക്കും ഉറപ്പിച്ച് മനസ്സിലാണ് വെച്ചോളി. ആർക്കെങ്കിലും സംശയമുണ്ടോ? എന്താ തെളിവ്? നിങ്ങളോട് ഇപ്പോൾ ഒരാൾ ചോദിക്കണം, നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യാം, ഒരു മറ്റു സമുദായത്തിൽപ്പെട്ട ഒരാൾ അടുത്തിരിക്കുന്നുണ്ട്, പരിചയപ്പെട്ടു, അപ്പോൾ പേര് പറഞ്ഞപ്പോൾ നമ്മൾ മുസ്ലിം പേരാ. അപ്പോൾ അയാൾ ചോദിക്കണം, നിങ്ങൾ ഈ പരലോകമുണ്ട്, രണ്ടാമതൊരു ജീവിതം ഉണ്ട് എന്നൊക്കെയാണല്ലേ നിങ്ങളെ വിശ്വാസം, എന്താ അതിനൊരു തെളിവ് പറയാനുള്ളത് എന്ന് നമ്മളോട് ഒരാൾ ചോദിച്ചു എന്ന് കരുതുക, നിങ്ങൾ എന്താ മറുപടി പറയാം? ഒന്ന് ആലോചിക്കേ. നമ്മളെ അടിസ്ഥാനാണിത്. എന്താ പറയാ നമ്മൾ പറയും ഖുർആനിലുണ്ട് എന്ന് പറയും അല്ലേ? അപ്പൊ അയാൾ ചോദിക്കുകയാണ്, എന്ത് ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ ഗ്രന്ഥമല്ലേ, അതെങ്ങനെ എനിക്ക് തെളിവാകുന്നത്? അങ്ങനെ എത്ര പുസ്തകം ഉണ്ടാവും ഇവിടെ? അപ്പൊ എന്താ നിങ്ങൾ ഉത്തരം പറയാം? അവിടെ നമുക്കൊരു ഉത്തരം പറയാൻ കഴിയണം. എന്താ ഉത്തരം? ഇത് ഞങ്ങളെ മാത്രം ഗ്രന്ഥമല്ല, ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്കുള്ള മാർഗദർശന ഗ്രന്ഥമാണ്. ഉത്തരം കഴിഞ്ഞില്ല. ഈ ഗ്രന്ഥം ആരെങ്കിലും എഴുതിണ്ടാക്കിയതല്ല, ഇത് ദൈവീകമാണ്, ഇത് അള്ളാഹുവിൽ നിന്ന് അവതീർണമായതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത ചോദ്യം, അത് ദൈവീകമാണ് എന്നതിന് എന്താ തെളിവ്? അവിടെയാണ് നമ്മൾ പഠിച്ചുത്തരം പറയേണ്ടത്. അതിന്റെ തെളിവ് എന്താ അറിയോ? ഈ ഖുർആൻ ഇന്ന് വരെ പറഞ്ഞ ഒരു കാര്യം ഒരു അക്ഷരം പോലും തിരുത്തേണ്ടി വന്നിട്ടില്ല. നമ്മുടെ ഭരണഘടന 109 തവണ ഇപ്പോൾ ഭേദഗതി വരുത്തി, അതിനപ്പുറം ഇപ്പോൾ വരുത്തിക്കൊണ്ടിരിക്കുക. മനുഷ്യന്മാരുണ്ടാക്കുന്ന ഏതൊരു നിയമവും മാറ്റിക്കൊണ്ടേയിരിക്കും ഓരോ വർഷം കൂടുമ്പോ. എന്നാൽ 1400 വർഷങ്ങൾക്കപ്പുറം ഇറങ്ങിയ ഈ വിശുദ്ധ ഖുർആൻ കാലഘട്ടം എത്ര മുന്നോട്ട് പോയിട്ടും വിശുദ്ധ ഖുർആൻ തിരുത്തേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല, മനുഷ്യന്മാരുണ്ടാക്കിയ നിയമങ്ങൾ ഖുർആനിനനുസരിച്ച് തിരുത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് മാത്രം മതി, ഇത് ദൈവികമാണ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഗ്രന്ഥമാണ് എന്നതിനുള്ള തെളിവായിട്ട് പറയാൻ. അല്ലേ? ഇവിടെ സഹോദരിമാരിക്കുണ്ടല്ലോ അല്ലേ? നമുക്കൊക്കെ കുട്ടികളുണ്ടായി, ആ 9 മാസവും 10 ദിവസവും കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഇറങ്ങി. പക്ഷെ ആ ഗർഭപാത്രത്തിൽ കുഞ്ഞുണ്ടാകുന്നതിൻ്റെ അവസ്ഥ എന്താ? അതിൻ്റെ ഘട്ടങ്ങൾ എന്താ? അത് വർഷങ്ങൾക്ക് മുമ്പ് മഹാപൊട്ടത്തരാണ് നമ്മളെ വൈദ്യശാസ്ത്രം പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നെ പഠിച്ചപ്പോൾ മനസ്സിലായി, എന്ത്, ഒരു കുഞ്ഞുണ്ടാകുന്നതിൻ്റെ ഓരോ ഘട്ടവും ഇപ്പോൾ സ്കാൻ ചെയ്താൽ അതിൻ്റെ റിപ്പോർട്ട് കൈ കിട്ടൂലേ അല്ലേ? അത് വെള്ളത്തിൽ നിന്നാണ് മനുഷ്യനുണ്ടായത് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആദ്യം ഇന്ദ്രിയത്തുള്ളിയായിരുന്നു, പിന്നെ അത് ഒരു ഭദ്രമായ പേടകത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു, പിന്നെ അത് അവിടുന്ന് വളർന്നു അല്ലേ? പിന്നെ അതൊരു മാംസകഷ്ണമായി, പിന്നെ അത് എല്ലായി, പിന്നെ അതിന് മാംസം കൊണ്ട് പൊതിഞ്ഞു. എന്തൊക്കെ ഘട്ടങ്ങൾ നമുക്ക് ആ സ്കാനിങ്ങിലൂടെ കാണാൻ പറ്റും. എന്നാൽ ഒരു കാര്യം ഓർത്തോളിയും, ഈ സ്കാനും മെഷീനും ഒന്നും കണ്ടെത്താത്ത കാലഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. എന്താ ഖുർആൻ പറഞ്ഞത്? വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين. അതെ, ഒരു ഭദ്രമായ പേടകത്തിൽ നാം ആ നുതുഫയെ, ഇന്ദ്രിയത്തുള്ളിയെ നാം നിക്ഷേപിച്ചു. ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. ആദ്യം നുതുഫയായി, പിന്നീട് അലക്കയായി, പിന്നീട് മുളകയായി, പിന്നെ അതിനെ മാംസം കൊണ്ട് പൊതിഞ്ഞു, പിന്നെ ഒരു നല്ല സൃഷ്ടിയായി പുറത്തേക്ക് കൊണ്ടുവന്നു. ഒന്ന് ചിന്തിക്കുക നിങ്ങൾ, ഇതെങ്ങനെ എഴുത്തും വായനയും ശാസ്ത്രവും ഒന്നും അറിയാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആയത്തെ എങ്ങനെ പറയാൻ പറ്റിയത്? ഇന്നും അത് സത്യമായി പുലർന്നത് എന്തുകൊണ്ടാ? ഒറ്റ ഉത്തരവുള്ളൂ, ഇത് അള്ളാന്റെ ഗ്രന്ഥാണ്. ഇതിലാർക്കും സംശയം ഉണ്ടെങ്കിൽ ഇനി സംശയമുണ്ടോ? ആ ഗർഭാശയത്തിന്റെ ഇരുട്ടറകളെ കുറിച്ച് വരെ ഖുർആൻ പറഞ്ഞത് സത്യമായി പുലർന്നു. ഇതുപോലെ സൂര്യനെ കുറിച്ച്, ചന്ദ്രനെ കുറിച്ച്, കടാഹങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞതൊക്കെ വസ്തുനിഷ്ഠമാണ്. അത് എന്തുകൊണ്ടാ അറിയോ? ഖുർആൻ സത്യമായതുകൊണ്ടാണ്, ഇത് അള്ളാന്റെ ഗ്രന്ഥമായതുകൊണ്ടാണ്. ഞാൻ ഈ ആയത്ത് പറഞ്ഞത് ഇത് പറയാൻ വേണ്ടി മാത്രമല്ല, അതിന്റെ താഴെയുള്ള, അത് സൂറത്തുൽ മുഅ്മിനൂനിലെ ആയത്താണ്, അതിന്റെ താഴെയുള്ള 2 ആയത്തും കൂടി നിങ്ങൾ ഓതി നോക്കണം. എന്താ ആയത്ത്?
തുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ. എന്നാൽ അതേ ഖുർആൻ പറയാണ്, ഏ മനുഷ്യരെ, നിങ്ങൾ ഇതിനു ശേഷം മരിക്കുട്ടോ, മയ്യത്താകും. ആർക്ക് നിഷേധിക്കാൻ പറ്റും? ഇരിക്കുന്ന ആൾക്കാർക്ക് നിഷേധിക്കാൻ പറ്റൂല എന്ന് മാത്രമല്ല, എപ്പോഴാണ് നമ്മൾ മരിക്കാന്നും കൂടി എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പറയാൻ പറ്റൂല. അവിടെ അവസാനിപ്പിച്ചില്ല, പിന്നെന്താ പറഞ്ഞേ? തുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബ്അസൂൻ. ഇനി ഖിയാമത്ത് നാളിൽ നിങ്ങൾ രണ്ടാമത് വരും ചെയ്യട്ടോ. വരുന്ന് ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഒരു കുട്ടിനോട് നമ്മൾ പറയണെന്ത്, ഈ 9 മാസവും 10 ദിവസവും കഴിഞ്ഞാൽ ഭൂമി എന്ന് പറഞ്ഞൊരു ഗ്രഹത്തിലേക്ക് നീ വരും. അവിടെ ആകാശമുണ്ട്, തൂണില്ലാത്ത ആകാശമുണ്ട്, വിശാലമായ സമുദ്രമുണ്ട്, ഭൂഖണ്ഡങ്ങളുണ്ട്, ഏഷ്യയുണ്ട്, യൂറോപ്പുണ്ട്, ആഫ്രിക്കയുണ്ട്, ആസ്ട്രേലിയ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് വാഹനമുണ്ട്, വിമാനമുണ്ട്, ട്രെയിനുണ്ട്. ഈ കുട്ടിക്ക് വെറും ഇരുട്ട് മാത്രം. അപ്പൊ കുട്ടി പറയണ്, അതൊന്നുമില്ല, അതൊക്കെ നിങ്ങൾ വെറുതെ പറയണ്, ഞാനതൊന്നും അംഗീകരിക്കൂല എന്നാ കുട്ടി പറഞ്ഞാൽ അതിന് ആയുസ് എത്രേ? ആ വാദത്തിന് 9 മാസം 10 ദിവസം ഉള്ളൂ. 10 ദിവസം പുറത്തേക്കാണ് വരുന്നോട് കണ്ണൻ തുറക്കുന്നോട് കൂടി ഇതൊക്കെ കാണൂലേ? ഇതേപോലെ ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോ ഇതാ മക്കളെ, നിങ്ങൾക്ക് ഇനി സ്വർഗം വരാനുണ്ട്, നരകം വരാനുണ്ട്, വിചാരണ വരാനുണ്ട്, മഴസറ വരാനുണ്ട് എന്ന് പറയുമ്പോ എനിക്കിന്റെ ബുദ്ധിക്ക് അതൊന്നും യോജിക്കണില്ല, അതൊന്നും ശരിയാവില്ല, എങ്ങനെയപ്പോ അതൊക്കെ ഉണ്ടാകുക എന്നാരെങ്കിലും വിചാരിച്ചു വെക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, കണ്ണണ്ട് അടക്കുന്നതോടുകൂടി ഖബറിൽ രണ്ടാമതും എഴുന്നേറ്റും. അവിടെ പറഞ്ഞതൊക്കെ സംഭവിക്കും. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും സംഭവിക്കും. അതാണ് ഖിയാമത്ത് നാളിൽ നിങ്ങൾ രണ്ടാമത് വരും എന്ന് പറയുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറയണത് എന്താ അറിയോ? ഈ ലിബറലിസത്തിന്റെ വേര് കൊത്താൻ യഥാർത്ഥത്തിലുള്ള ജീവിത കാഴ്ചപ്പാടാണ് മനസ്സിലാക്കിയാൽ മതി. എല്ലാത്തിനും പരിഹാരമായി. പിന്നെ ഒരു വഴിക്കും നമ്മൾ എന്തിലായി ആ വഴിക്ക് പോകില്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇവിടെ അല്ല, പരലോകത്താണ്. അതാണ് മനസ്സിലാക്കി വെച്ചാൽ പിന്നെ ഒരു വാദത്തിന്റെ പിന്നാലെ നമുക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാവില്ല. ഈ വിശ്വാസിക്ക് എങ്ങനെയാണ് ലിബറലിസത്തിന്റെ ആശയങ്ങൾ സ്വീകരിക്കാൻ കഴിയുക? എന്തായി ലിബറലിസത്തിന്റെ ആശയങ്ങൾ? മൈ ബോഡി മൈ റൈറ്റ്, എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ്. എൻ്റെ അർത്ഥം എന്താ അറിയോ? ഇന്നാരും നിയന്ത്രിക്കാനൊന്നും വരണ്ട, വാപ്പയായാലും വേണ്ടില്ല, അമ്മയായാലും വേണ്ട, ആരായാലും വേണ്ടില്ല. എനിക്ക് എൻ്റെ ശരീരം എൻ്റെ അവകാശം, അതുകൊണ്ട് ഞാൻ തോന്നിയ മാതിരി ചെയ്യും. ഇപ്പോൾ ലഹരിക്കെതിരെ നമ്മൾ ബോധവൽക്കരിക്കുന്നുണ്ട്. എന്താ ബോധവൽക്കരിക്കുക? ഇപ്പോൾ ഒരു പോലീസുകാരനെ വിളിച്ചിട്ട് ലഹരിക്കെതിരെ ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ എന്താ പറയാ അറിയോ? ആ ലഹരി ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പറയും. വായിൽ ക്യാൻസർ വരും, നിങ്ങളെ പാൻക്രിയാസ് അടിച്ചു പോകും, ആകെ പ്രശ്നമാവും, അതിൻ്റെ ചിത്രമൊക്കെ കാണിച്ച് പേടിപ്പിക്കും. പക്ഷേ ഈ പുതിയ തലമുറ ഉണ്ടല്ലോ, ഈ മൈ ബോഡി മൈ റൈറ്റ് എന്നുള്ള ആശയം ഉൾക്കൊണ്ട ആൾക്കാർ ഇത് കണ്ടിട്ട് ചിരിക്കുക ചെയ്യുക. അതിനെന്താ? എൻ്റെ ശരീരം എൻ്റെ അവകാശമല്ലേ? ഞാനാണ് ലഹരി ഉപയോഗിച്ചിട്ട് നിങ്ങളാ പറഞ്ഞ മാതിരി എൻ്റെ ഹൃദയവും എൻ്റെ കരകളൊക്കെ പോകണേന്ന് പോയിക്കോട്ടെ, അത് പോണത് വരെ ഞാൻ അടിച്ചു പൊളിച്ച് ജീവിക്കും, എന്നിട്ടാണ് മരിച്ചു പോകും. അതിനകത്ത് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഇവിടെ പുതിയ തലമുറ ഉള്ളത്, അവരോട് ഈ ട്യൂഷൻ കൊടുത്തിട്ടൊന്നും കാര്യമില്ല. മനസ്സിലായോ? അവിടെ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, എന്ത്? പരലോകമുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അവന് പിന്നെ അതും പോലും. അപ്പോൾ മനസ്സിലാകും എന്ത്? ഒരു മുഅ്മിനാകട്ടെ മുഅ്മിനത്താകട്ടെ, അള്ളാഹും റസൂലും ഒരു കാര്യത്തിൽ വിധി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കാര്യത്തിൽ അവർക്ക് രണ്ടാമതൊരു അഭിപ്രായം ഉണ്ടാവില്ല, വേറെ ഒരു ചോയ്സ് ഉണ്ടാവുകയില്ല. അവർ ആ ചോയ്സ് വിട്ടുകൊണ്ട്, അള്ളാഹുവിന്റെ തീരുമാനം വിട്ടുകൊണ്ട്, റസൂലുള്ളാഹിയുടെ തീരുമാനം വിട്ടുകൊണ്ട്, സ്വന്തം താല്പര്യത്തിന്റെ പിന്നാലെ, ആ ലിബറൽ സംസ്കാരത്തിന്റെ പിന്നാലെ, അഭിപ്രായത്തിന്റെ പിന്നാലെ പോവുകയാണെങ്കിൽ അവർ വ്യക്തമായ വഴികേടിൽ തന്നെയായിരിക്കുമെന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ശരിക്കുള്ള പരലോക വിശ്വാസിക്ക് എങ്ങനെ ഈ ഒരു മൈ ബോഡി മൈ റൈറ്റ് എന്നുള്ള വിശ്വാസം സ്വീകരിക്കാൻ പറ്റുക? സ്വീകരിക്കാൻ പറ്റൂല, ഒരിക്കലും കഴിയില്ല. അതേപോലെ തന്നെ വേറൊരു ആശയമാണ് യോളോ എന്ന് പറയും. എന്താ യോളോ? യു ഓൺലി വൺ ലീവ്സ്. നമ്മളെ കുട്ടികളെ മനസ്സിലുള്ള ആശയമാണത്. നീ ഒറ്റ പ്രാവശ്യം ജീവിക്കൊളിഞ്ഞ് രണ്ടാമതൊരു ജീവിതമില്ല. നേരത്തെ ഞാൻ പറഞ്ഞ ശരിയായ പരലോക വിശ്വാസം മനസ്സിലുള്ള ഒരു ആൾക്ക് എങ്ങനെയാണ് ആ വിശ്വാസത്തിന്റെ പിന്നാലെ പോകാൻ പറ്റുക? ഒരിക്കലും പോകാൻ അവർക്ക് കഴിയില്ല. വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖാ എന്നാണ് വിശ്വാസികളുടെ വിശ്വാസം. പരലോകമാണ് ഏറ്റവും നല്ലത്, ഇവിടെ ഉള്ളതല്ല. ഇത് കേവലം പരീക്ഷ എഴുതാമെന്നൊരു ഹാളാണ്. അവർക്കൊക്കെ 18, 20 വയസ്സായില്ലേ. നമുക്കിപ്പോ അടയ്ക്കാവുമ്പോഴല്ലേ നമുക്ക് മടിയിൽ വെക്കാൻ പറ്റുള്ളൂ. കവുങ്ങായാൽ പിന്നെ എന്താ ചെയ്യുക? പിന്നെ ഇപ്പൊ പഴയ കാലം എന്നല്ല, പുതിയ കാലല്ലേ.
അവരെ തീരുമാനമല്ലേ, അവരെ ഇഷ്ടമല്ലേ, നമ്മളിപ്പോൾ അതിന് നിന്ന് കൊടുക്കല്ല, എന്താ ചെയ്യുക അല്ലേ? ഇതല്ലേ ഇപ്പം നമ്മൾ പറയല്? അതാണ് തന്നിഷ്ടം. എന്നാൽ ഓർത്തു വെച്ചോ, ഇസ്ലാമിക വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ തന്നിഷ്ടത്തോടൊപ്പം നിൽക്കുക എന്നതാണോ ശരിയായ വഴി? വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. സ്വർഗ്ഗമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്. അള്ളാഹുവിന്റെ സ്ഥാനത്തെ ഭയപ്പെട്ടുകൊണ്ട് തന്നിഷ്ടങ്ങളിൽ നിന്ന്, ഇച്ഛകളിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്നവനാരാണോ അവനുള്ളതാകുന്നു സ്വർഗം. അപ്പൊ സ്വർഗം കിട്ടണമെങ്കിൽ എന്ത് വേണം? ലിബറലിസത്തിന്റെ പിന്നാലെ പോയാൽ കിട്ടൂല. പടച്ചോൻ കാണുന്നുണ്ട് എന്നുള്ളൊരു ഓർമ്മയോടുകൂടി തെറ്റിൽ നിന്ന്, സ്വന്തം ഇഷ്ടത്തിൽ നിന്ന്, സ്വന്തം താല്പര്യത്തിൽ നിന്ന് തിരിച്ചു പോരാൻ തോന്നണം. അപ്പോഴേ സ്വർഗം കിട്ടൂ. മനസ്സിലാവുണ്ടോ? അതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. നാലാമത്തെ ഒരു കാര്യം എന്താ അറിയോ? കുട്ടികളൊക്കെ വന്നിട്ട് പറയാം, എല്ലാവരും കോസ്മെറ്റിക്സ് ഇട്ടിട്ടാണ് വരുന്നത് സ്കൂളിൽ. എല്ലാവരും മുഖം പുട്ടിയിട്ട് ചുണ്ടൊക്കെ ചോപ്പിച്ച് അല്ലേ ഉഷാറായിട്ടാണ് വരുന്നത്. ഞാൻ മാത്രമേ ഉള്ളൂ ഉമ്മ അങ്ങനെ പോണത്, ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ഉള്ളവരൊക്കെ അങ്ങനെയാണ്. ഈ ഒരു വർത്താനം പറഞ്ഞിട്ടാണ് പലപ്പോഴും വരാറുള്ളത്. ഇവിടെ കുറേ പെൺകുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, ഞാൻ അവരോട് പറയാം, അങ്ങനെ ആരെങ്കിലും മനസ്സിലാ വിചാരം ഉണ്ടെങ്കിൽ ഓർത്ത് വെച്ചോ, എല്ലാവരും ചീനീൻ്റെ പിന്നാലെ പോയാൽ എവിടേക്ക് എത്തുക എന്നറിയോ? നരകത്തിൽ പോണ മനുഷ്യന്മാർ എന്തേ നിങ്ങൾ നരകത്ത് പോകാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറയണ മറുപടി ഖുർആൻ പറയുന്നുണ്ട്, ഞങ്ങൾ ഒഴുകുന്നവരോടൊപ്പം ഒഴുകി, പോകുന്നവരോടൊപ്പം പോയി, എല്ലാവരും ചെയ്യുന്നത് ഞങ്ങൾ ചെയ്തു, അങ്ങനെയാണ് ഞങ്ങൾ അവസാനം നരകത്തിലെത്തിയത്. പിന്നെ എല്ലാവരും ചെയ്തു എന്നുള്ളത് കൊണ്ടൊരു കാര്യം സത്യമാകുമോ? ഒരിക്കലും നല്ലതും ചീത്തയും സമമാവുകയില്ല. തിന്മയുടെ ആധിക്യം നിന്നെ അമ്പരിപ്പിച്ചാലും ശരി, 1,00,000 ആളുകളുണ്ട്, അതിൽ ഒരാൾ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ആ തിന്മ ചെയ്താലും ഒരിക്കലും ആ തിന്മ നന്മയാവുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, യാ ഉലുൽ അൽബാബ്, ചിന്തിക്കുന്നവരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, ലഅല്ലക്കും തുഫ്ലിഹൂൻ, അവർക്കാണ് വിജയം ഉണ്ടാകുക എന്നുള്ളതാണ്. പിന്നെയോ, ഈ പരലോക വിശ്വാസമുള്ള ആളുകൾക്ക് ജെൻഡർ ന്യൂട്രൽ വേഷം ധരിക്കാൻ പറ്റുമോ? ജെൻഡർ ന്യൂട്രൽ എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ മുമ്പിൽ ആദ്യം വരുന്ന പേര് ബാലുശ്ശേരി എന്നാണ്, ബാലുശ്ശേരി ഹൈസ്കൂൾ എന്നാണ്. അങ്ങനെ ഒരു കറുത്ത പുള്ളി നിങ്ങളുടെ നാടിനുണ്ട്. അത് നിങ്ങളുടെ നാടിന്റെ മാത്രം കുഴപ്പമല്ല, അവിടെ ന്യൂസായി എന്ന് മാത്രമേ ഉള്ളൂ, വേറുള്ളടത്തൊന്നും ന്യൂസ് വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തേ നിങ്ങൾ അതിനെതിരിൽ സമരം നടത്തിയപ്പോൾ ഉണ്ടായത്? മുസ്ലിം കുട്ടികൾ തന്നെ എന്താ ഇട്ടാ കുഴപ്പമെന്ന് ചോദിക്കുന്ന രക്ഷിതാക്കളെ കണ്ടില്ലേ നിങ്ങൾ അല്ലേ? പത്രക്കാരെ മുമ്പിൽ വന്ന് പറഞ്ഞില്ലേ? അതേ 2 ബൈനറി ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒന്ന് ഇതൊക്കെ പറ്റുന്നവരും ഒന്ന് പറ്റാത്തവരും. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മനസ്സിലാക്കുക, പരലോക വിശ്വാസം ഉണ്ടെങ്കിൽ, അള്ളാഹുവിനെ റസൂലിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എന്താ അതിനെക്കുറിച്ച് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞത്? ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു, അർറജുല യൽബസു ലിബസത്തൽ മർഅ, ഒരു പുരുഷൻ സ്ത്രീയുടെ വസ്ത്രം ധരിക്കുന്നത്, വൽ മർഅതു തൽബസു ലിബസത്തർ റജുൽ, ഒരു സ്ത്രീ പുരുഷന്റെ വസ്ത്രം ധരിക്കുന്നത്, അള്ളാഹിന്റെ റസൂൽ അവരെ ശപിച്ചിരിക്കുന്നു എന്നാണ്. എന്താ നമ്മുടെ തലമുറ പറയുന്നത്? അള്ളാഹിന്റെ ശാപം കിട്ടിയാലും പ്രശ്നമില്ല, റസൂലുള്ളാഹിയുടെ ശാപം കിട്ടിയാലും പ്രശ്നമില്ല, ഞാൻ പുരുഷന്റെ വേഷം ധരിച്ചിരിക്കുമെന്നല്ലേ ഇന്ന് നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ അവരുടെ ജീവിതം കൊണ്ട് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ മാത്രം കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇത് ടെക്സ്റ്റൈൽസിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നതാരാ? ബില്ല് കൊടുക്കുന്നതാരാ? ഈ 13 വയസ്സുകാരിയായ 15ഉം 18ഉം 20ഉം വയസ്സായ ആ കുട്ടിക്ക് എവിടെയാണ് വരുമാനം? അത് നമ്മളല്ലേ കൊടുക്കുന്നത്? നല്ലോണം ആലോചിച്ച്, അള്ളാന്റെ റസൂലിന് ശാപം കിട്ടുന്ന ഡ്രസ് കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ആലോചിച്ച് നോക്കി നിങ്ങൾ, എന്താ അവസ്ഥ? ഇതാണ് ലിബറലിസം ഞാൻ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞത്. ഇതാണ് കുട്ടികൾ വാശി പിടിക്കുന്നത്. എത്രത്തോളം നമ്മുടെ കുട്ടികളുടെ തലയിൽ ഈ ആശയം അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അതേപോലെ തന്നെ പരലോകത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാണ് സോളോ ട്രിപ്പ് നടത്താൻ പറ്റുക? ഇതെന്താ പെൺകുട്ടികളെ, മുസ്ലിം പെൺകുട്ടികളുടെ അവസ്ഥ എന്താ അറിയോ? ഒരു ഷാളും ഇട്ട് ചുറ്റുക, ഒരു ജീൻസ് ഇടുക, ഈ അര വരെയുള്ള ഒരു ടോപ്പ് ഇട്ട് കൈ പൊന്തിച്ച വയറ് കാണുന്ന ഒരു സ്വഭാവവും, എന്നിട്ട് ഇറങ്ങിയിട്ട് ഹേ ഗേയ്സ് എന്ന് പറഞ്ഞിട്ട് നേരെ ക്യാമറ എടുത്ത് ലൈവും ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ടോ, ഞാൻ ഡൽഹിയിലേക്ക് പോവുകയാണ്, ഒറ്റയ്ക്ക് പോവുകയാണ്, സോളോ ട്രിപ്പ്, ഒറ്റയ്ക്ക് പോവുക. എന്നിട്ട് പോണ വഴിക്കൊക്കെ അതൊക്കെ ഇങ്ങനെ കാണിച്ച്, ഞാൻ അവിടെ കയറി ഭക്ഷണം കഴിച്ചു, അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്ന് പറഞ്ഞ് ഇത് ആഘോഷിക്കുക. ഇതിന് ലൈക്ക് അടിച്ചുകൊണ്ട് നമ്മളെ പെൺകുട്ടികൾ പിന്നാലെ കൂടുകയും ചെയ്യാം.
എങ്ങനെയാണ് ഒരു മുസ്ലിം പെൺകുട്ടിക്ക് അത് ചെയ്യാൻ പറ്റുക? പരലോകത്തിൽ വിശ്വാസമുള്ളവരോടാണ് ഞാൻ പറയുന്നത്, സ്വർഗത്തിലും നരകത്തിലും വിശ്വാസമുള്ളവരോടാണ് ഞാൻ പറയുന്നത്. എന്താ റസൂലുള്ള പറഞ്ഞത്? ഒരു മുസ്ലിം സ്ത്രീ ദീർഘയാത്ര നടത്തുമ്പോൾ മഹറമിന്റെ കൂടെയല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല. നിയമമുണ്ട് അവിടെ. പക്ഷെ ആ നിയമം കാറ്റിൽ പറത്തിക്കൊണ്ടല്ലേ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ലിബറലിസം വന്നോ? ഓരോരുത്തർ ആലോചിക്കുക, ഈ ചിന്തയുള്ള കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടോ? ആലോചിക്കേണ്ട വിഷയമാണ്. ഒരാണും പെണ്ണും ഒറ്റക്കാവാൻ പാടില്ല. ഖുർആൻ ഇസ്ലാമിന്റെ കൽപ്പനയാണത്. ഒറ്റക്കായാൽ സാലിസുഹുമാ അശ്ശൈത്വാൻ, മൂന്നാമനായി അവിടെ ശൈത്താൻ ഉണ്ടാവുന്ന, മൂന്നാമനായി അവിടെ ശൈത്താൻ ഉണ്ടാവും. അതാണ് ഇന്ന് നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒറ്റപ്പെടുന്ന സ്വഭാവങ്ങൾ പലപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നില്ലേ? ഈ കോസ്മെറ്റിക് സാധനങ്ങളുടെ വലയത്തിലല്ലേ ഇന്ന് നമ്മുടെ കുട്ടികൾ? ഈ ആയത്ത് അംഗീകരിക്കുന്ന ഒരു കുട്ടിക്ക് അത് ചെയ്യാൻ പറ്റുമോ? വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ അടങ്ങി ഒതുങ്ങി കഴിയണം. വളരെ അത്യാവശ്യമായ അനിവാര്യമായ കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തേക്ക് പോകാൻ പാടുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ തത്വം. പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തി പുറത്തേക്ക് പോകാൻ അജണ്ട ഉണ്ടാക്കുകയാണ് അല്ലേ? സ്കൂളും കോളേജും പഠനമൊക്കെ കഴിഞ്ഞു വന്നാലും പിന്നെ രാത്രി മാറ്റി ഒരുങ്ങിയിട്ട് എൻ്റെ സുഹൃത്തുക്കൾ വരും, ഫ്രണ്ട്സ് വരും, ഞങ്ങൾ അങ്ങാടി പോവുകയാണ്. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ ശരിയാവില്ല, അവിടെ പോയി ഭക്ഷണം കഴിച്ചാലേ ശരിയാവുള്ളൂ. അവിടെ ഒരു കല്യാണം ഉണ്ട്, ആ കല്യാണം അടുത്ത ആഴ്ചയാണ്, അതിന്റെ 3 ദിവസം മുമ്പ് തന്നെ അങ്ങോട്ട് പോവുക. ഓരോ ഗ്യാങ് ആയിട്ട് പോവുക. പെൺകുട്ടികളെ തുറന്നാണ് വിടുകയാണ്. ഈ ബാലുശ്ശേരി മഹലിലെ ഈ ഉമ്മമാരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ മക്കൾ പെൺകുട്ടികളെ പ്രത്യേകിച്ച് അങ്ങനെ അങ്ങ് കയറൂരി കല്യാണമാണ്, സൽക്കാരാണ്, പാർട്ടിയാന്നും പറഞ്ഞ് ദിവസങ്ങളോളം തണ്ടാൻ വിടുന്ന സ്വഭാവമൊക്കെ നിർത്തണം. അത് പറയാൻ തന്നെയാണ് നമ്മൾ ഈ മഹല്ല് കുടുംബ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ആ പോക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. തർക്കിക്കൊന്നും വേണ്ട കാര്യത്തിൽ. ആ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ആളുകളെ സൗന്ദര്യ പ്രകടനം നടത്തുന്നത് പോലെ നിങ്ങൾ സൗന്ദര്യ പ്രകടനം നടത്തരുത് എന്ന് ഖുർആന്റെ ആയത്താ. ആ ആയത്തൊക്കെ അവിടെ നിന്നോട്ടെ എന്നുള്ള രൂപത്തിലല്ലേ നമ്മുടെ കുട്ടികൾ മുന്നോട്ട് പോകുന്നത്. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മഫ്തയും ഹിജാബുമാണെന്ന് ചർച്ചാ വിഷയം. ആരാണ് മഫ്തക്കെതിര്? ആ സ്കൂൾ അധികൃതർ മാത്രമാണോ? ഫേസ്ബുക്കിൽ ഇതിനെതിരിൽ പോസ്റ്റ് ഇടുന്ന ആളുകൾ മാത്രമാണോ? ഞാൻ പറയും അവർ മാത്രമല്ല, അവർ കൂടി കാരണമാണ്. അവർ മാത്രമല്ല, ഇതിന്റെ പ്രതികളെ 1-ാം പ്രതിയും 2-ാം പ്രതിയും ആര് എന്ന ചോദ്യം ചോദിച്ചാൽ ഞാൻ നിർഭയമായി പറയും 1-ാം പ്രതി മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് എന്ന്. ഞാൻ പരസ്യമായി പറയും 1-ാം പ്രതി രക്ഷിതാക്കളാണ് എന്ന്. ഞാൻ ഉറക്കെ പറയും മുസ്ലിം പെൺകുട്ടികളാണ് എന്ന്. ഹിജാബ് അഴിച്ചു വെച്ചുകൊണ്ട് മാത്രമേ സ്കൂളിലേക്ക് വരാൻ പറ്റുകയുള്ളൂ എന്ന് സ്കൂൾ നിയമം ഉണ്ടാക്കിയപ്പോ ഒരു കുട്ടി പറഞ്ഞു, എനിക്ക് ഹിജാബ് ഇടണമെന്ന് പറഞ്ഞു, എനിക്ക് ഹിജാബ് ധരിച്ചേ ഞാൻ പോവുകയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ആ കുട്ടിയുടെ ശബ്ദം ഒറ്റപ്പെട്ടതായിരുന്നു. ആ സ്കൂളിൽ നിന്ന് വിരലിലെണ്ണാവുന്ന രക്ഷിതാക്കൾ മാത്രമാണ് ആ കുട്ടിയുടെ കൂടെ നിന്നത്. മുസ്ലിം രക്ഷിതാക്കൾ മാത്രമാണ് കൂടെ നിന്നത്. ബാക്കിയുള്ള മുസ്ലിം രക്ഷിതാക്കൾ അവരുടെ കുട്ടികളെ ഇന്നലെ കൂടി ഇനി നാളെ കൂടി അവർ പറഞ്ഞയക്കുന്നത് ആ ഗേറ്റിന് അപ്പുറത്ത് വെച്ച് ഊരിക്കൊണ്ട് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന രീതിയിൽ തന്നെയാണ്. അഥവാ മതവിശ്വാസവും തന്റെ ധാർമ്മിക വിശ്വാസവും തന്റെ ദീനും തന്റെ പ്രൊഫഷനും തന്റെ ജോലിയും തന്റെ വിദ്യാഭ്യാസവും നേർക്കുനേർ വന്നാൽ ഏതിനാണ് മുന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി പ്രാധാന്യം കൊടുക്കുന്നത്? നമ്മുടെ വിദ്യാഭ്യാസത്തിനാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താ? മതം ഒഴിവാക്കിയാലും വേണ്ടില്ല, ദീൻ ഒഴിവാക്കിയാലും വേണ്ടില്ല, മഫ്ത അഴിച്ചു വെച്ചാലും വേണ്ടില്ല, ഹിജാബ് ഇല്ലാതെയായാലും വേണ്ടില്ല. പിന്നെയോ +2-നും അതുപോലെ തന്നെ ഹൈസ്കൂളിലും പഠിക്കുന്ന പെൺകുട്ടികളുടെ മുട്ടുവരെയുള്ള പാവട ഇട്ടുകൊണ്ടല്ലേ പലരും പോകുന്നത്. ഒരു പ്രശ്നം തോന്നുന്നുണ്ടോ? എന്താ ഇസ്ലാമിന്റെ ഹിജാബ്? ആ ഹിജാബ് അവിടെ മാറ്റി വെക്കാൻ ഒരു പ്രശ്നം തോന്നുന്നില്ലല്ലോ. അപ്പൊ ഒരേ സ്കൂളിൽ തന്നെ ഒരു കുട്ടി പ്രയാസം പറയുമ്പോൾ അതിനേക്കാളും 100-ലധികം മുസ്ലിം രക്ഷിതാക്കളുടെ കുട്ടികൾ അതിൽ യാതൊരു പ്രശ്നമില്ലാതെ പോകുന്നു. അവരാരും ഗേറ്റിൽ തടയുന്നില്ല. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വിവാഹത്തിന് വരുമ്പോൾ ആരെങ്കിലും ഗേറ്റിങ് തടയലുണ്ടോ? ഉണ്ടോ? മഫ്തേക്ക് ഊരി വെച്ചുകൊണ്ട് കയറുന്ന ആരെങ്കിലും പറയലുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ആ കല്യാണത്തിന് വരുമ്പോൾ എത്ര മക്കളുടെ പുതിയ ജനറേഷന്റെ തലയിൽ മക്കനുണ്ട്? ആരാണ് അവരുടെ മക്കനെ ഊരി വെപ്പിച്ചത്? സമുദായത്തിന് പുറത്തുള്ളവരോ അകത്തുള്ളവരോ അതോ നമ്മളോ? അവിടേക്ക് ചർച്ച പോകേണ്ട സന്ദർഭമാണിത്. അതുകൊണ്ട് ഒന്ന് ആത്മവിചിന്തനം നടത്തണം. അതുകൊണ്ടാണ് വേറുള്ളവർക്ക് ഇസ്ലാമിൽ ഹിജാബ് എസൻഷ്യൽ പ്രാക്ടീസ് ആണോ അല്ലേ എന്നുള്ള തർക്കം വരാനുള്ള കാരണം ഇവിടുന്ന് ചൂണ്ടിട്ടെടുത്തോണ്ടാ. കാരണം എന്താ?
10 കുട്ടികൾ വരുമ്പോ നഫീസാന്റെ തലയിലില്ല, ബുസറാന്റെ തലയിലില്ല, ഹസനത്തിന്റെ തലയിലില്ല, അവിടെ ഷിഫ്നയുടെ തലയിൽ മാത്രമേ മൊത്ത കാണുന്നുള്ളൂ. അപ്പൊ പുറത്തുനിന്ന് നോക്കി കാണുന്ന കുട്ടി ആളെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോ നിർബന്ധമുള്ളൊരു കാര്യമാണെങ്കിൽ ആ മറ്റേ കുട്ടികളൊക്കെ മുസ്ലിം കുട്ടികളല്ല, അവരൊക്കെ ഇട്ടിട്ടുണ്ടാവുമല്ലോ, പക്ഷെ ഒരു കുട്ടി മാത്രമല്ലേ ഇട്ടുള്ളൂ, അപ്പൊ അത് അത്ര നിർബന്ധമൊന്നും ഉണ്ടാവില്ല. ഇത് നിർബന്ധമല്ല എന്ന് ഇവരെ കൊണ്ട് പറയിപ്പിച്ചത് ആരാ? സമുദായമല്ലാതെ ആരാ? ഈ ചോദ്യം നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് തുളച്ചു കയറേണ്ട ഘട്ടമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഈ സമയത്ത് പോലും ആ ചോദ്യം നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നില്ല എങ്കിൽ അടുത്ത കാലത്തൊന്നും നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഒരാളും വിചാരിക്കേണ്ടതില്ല. ഏക സിവിൽ കോഡിനെതിരിൽ പോരാടാൻ നമ്മളെല്ലാവരും രംഗത്തുണ്ട്. പക്ഷേ ആ ഏക സിവിൽ കോഡ് സ്വന്തം വീട്ടിൽ നടക്കുമ്പോ തടയാൻ നമുക്ക് കരുത്തില്ല. അങ്ങനെ പോകാൻ പാടില്ല. നമ്മൾ തിരിച്ചു ചിന്തിച്ചേ പറ്റൂ. പരലോകത്തിലും സ്വർഗത്തിലും നരകത്തിലും അല്ലാഹുവിലും റസൂലിലും ഒക്കെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് സ്വവർഗരതിയെ ന്യായീകരിക്കാൻ കഴിയുക? എങ്ങനെയാണ് LGBTQ ആക്ടിവിസത്തിന്റെ കൂടെ നിൽക്കാൻ കഴിയുക? എങ്ങനെയാണ് ലെസ്ബിയൻ വിവാഹത്തെ അംഗീകരിക്കാൻ കഴിയുക? ആണും തമ്മിലും പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കാൻ കഴിയുക? അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ കഴിയുക? അതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറയാം. അങ്ങനെ പറയാൻ ഒരിക്കലും ഒരു വിശ്വാസിക്ക് കഴിയില്ല. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ഇന്ന അഖ്വഫ മാ അഖാഫു അലാ ഉമ്മത്തി അമൽ ഖൗമി ലൂത്ത്. ലൂത്തിന്റെ ജനതയിൽ ഉണ്ടായിരുന്ന ആ സ്വവർഗാനുരാഗം എന്ന് പറയുന്ന തിന്മയ നിങ്ങളിലേക്ക് വരുന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്ന് വന്നില്ലേ അത്? മുസ്ലിം പെൺകുട്ടികളാണ് ഞങ്ങൾ രണ്ടാളും കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് ഇന്ന് സമൂഹം ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് സിനിമാ നടന്മാർ വന്നുകൊണ്ട് ഇതവരുടെ അവകാശമാണ്, ഇതിനെന്താ കുഴപ്പമെന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലേ? എവിടേക്ക് എത്തിയെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഖൗമുൻ മുജ്രിമീൻ, അവരെ കുറിച്ച് പറഞ്ഞത് കുറ്റവാളികൾ എന്നാണ്. ഖൗമുൻ ആദൂൻ, അതിക്രമകാരികൾ എന്നാണ്. ഖൗമുൻ തജ്ഹലൂൻ, അവർ അവിവേകികളാണ് എന്നാണ്. ഖൗമുൻ മുസ്രിഫൂൻ, അവർ മുസ്രിഫീങ്ങളാണ് എന്നാണ്. ഇതൊക്കെ അത്തരം ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞ വാക്കാണ്. ഞാൻ അത് പറഞ്ഞ് അവരെ ആക്ഷേപിച്ചു എന്നൊന്നും ആരും പറയേണ്ട, അത് ഖുർആൻ പറഞ്ഞതാണ്. വിശ്വാസികളോടാണ് നമ്മൾ പറയുന്നത്, വേറെയുള്ള ആൾക്കാരോടല്ല. അപ്പൊ ആ കാര്യം കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് ഈ ലിബറലിസത്തിന്റെ ഓരോ അടയാളങ്ങളും ഒരിക്കലും ഒരു വിശ്വാസിക്ക് അംഗീകരിക്കാൻ കഴിയണമല്ല. ഇപ്പൊ നമ്മളെ കുട്ടികൾക്ക് ഈ ലിബറലിസം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാകാത്ത രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ ഈ സമ്മേളനം കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയോട് പോയി ചോദിക്കും, മോളെ എനിക്കൊരു കല്യാണം വന്നിട്ടുണ്ട്, നല്ല കല്യാണമാണ്, ഒന്ന് ആലോചിക്കട്ടെ ചോദിച്ചു പോയി. അപ്പോൾ അവൾ പറയും, ഉമ്മ ഞാൻ ഇപ്പോൾ സെക്കൻഡ് ഇയർ അല്ലേ, ഡിഗ്രി കഴിഞ്ഞോട്ടെ അറിയും. എന്നാ ശരി, ഡിഗ്രി കഴിഞ്ഞാലോ? PG കഴിയട്ടെ അറിയും. PG കഴിഞ്ഞാലോ? ഒരു ജോലിയൊക്കെ ആയി ഒരു സ്വന്തം കാലിൽ നിന്നാലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കല്യാണം വേണ്ടേ ഉള്ളൂ. ഈ വർത്താനം ആരെയാ പണ്ട് പറഞ്ഞിരുന്നത്? കാരണന്മാർ പറയട്ടെ, ആരെയാ പറഞ്ഞത്? പുരുഷന്മാരെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ? അവനൊരു ജോലി കിട്ടിയിട്ട് വേണമെന്ത് അവനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കാൻ. ഇന്നോ പെൺകുട്ടികളാണ് പറയണത്, എനിക്കൊരു ജോലി കിട്ടിയിട്ടേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. ഇനി അതിനും ക്ഷമിച്ച് സഹിച്ച് നമ്മൾ കാത്തുന്നു. അവസാനം ജോലിയും കിട്ടി ശമ്പളവും കിട്ടിയ പിന്നെ പറയണത് എന്താ അറിയോ? ഞാൻ അങ്ങനെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്കൊരാളെ കീഴിൽ അങ്ങനെ ജീവിക്കാനൊന്നും കഴിയില്ല, ഞാൻ സ്വതന്ത്രമായിട്ട് അങ്ങനെ ജീവിച്ചോളാം, നിങ്ങൾ നിർബന്ധിക്കരുത്. ഇത് ഞാനൊരു ഉട്ടോപ്പിയ പറയുകയല്ല, സങ്കല്പം പറയുകയല്ല. വേണമെങ്കിൽ നിങ്ങളെ മക്കളോടൊന്ന് പോയി ചോദിച്ചു നോക്കി. പെൺകുട്ടികൾ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. അത് സമ്മതിക്കാതിരിക്കുന്നത് ഇനി മനസ്സിലായി എന്താ ലിബറലിസം എന്ന് പറഞ്ഞാൽ നെറ്റിമ ഒട്ടിച്ചിങ്ങാണ്ട് പേരേക്ക് കയറി വരൂലാരും. അതിൻ്റെ പേരാണത്, ഈ സാധനമാണത്. എന്താ പറയുക, ഈ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് ഒരു തെറ്റായ ബോധം ഇന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ ബോധം? നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കണമെങ്കിൽ നിങ്ങളെ ഭർത്താവിനെ വരച്ച വരയിൽ നിർത്തണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം വരുമാനം ഉണ്ടാകണം. നിങ്ങൾക്ക് സ്വന്തം വരുമാനം ഉണ്ടായാലും എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് അവിടെ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അഥവാ 18 വയസ്സായാൽ ഈ കുട്ടികളെ ഇന്ന് സമൂഹം പഠിപ്പിക്കുന്നത് എന്തിനാ പഠിപ്പിക്കണേ അറിയോ? സ്വന്തം ഉമ്മയെ വെല്ലുവിളിക്കാൻ, സ്വന്തം മുപ്പയെ വെല്ലുവിളിക്കാൻ, സ്വന്തം കുടുംബാംഗങ്ങളോട് പോരിനിറങ്ങാൻ, സ്വന്തം ഭർത്താവിനെ പ്രതിയായി കാണാൻ. ഞാനെന്തോ മറ്റുള്ളവരൊക്കെ എനിക്ക് എതിരാണ്, കുടുംബം എതിരാണ്, ഭർത്താവ് എതിരാണ്. അങ്ങനെയാണോ ഓരോ തലമുറനെ പഠിപ്പിക്കേണ്ടത്? അല്ല, ഭർത്താവ് നിങ്ങൾക്ക് ഇണയാണ്, ഭാര്യ നിങ്ങൾക്ക് ഇണയാണ്, അങ്ങനെയല്ലേ പഠിപ്പിക്കണ്ടേ?
അതിന് വലുത് ശത്രുവാണ്. പിന്നെ പൊതുബോധം ഉണ്ടാക്കി കൊടുത്തിട്ട് ആ പേരേക്ക് പറഞ്ഞേക്കണേ. ഇതിവിടെ ഫെമിനിസ്റ്റുകൾ ഉണ്ടാക്കിയതാണ്, ലിബറലിസം ഉണ്ടാക്കിയ ചിന്താഗതിയാണ്. ആ ചിന്താഗതിക്കനുസരിച്ചാണ് നമ്മൾ ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തൊഴിലാകാം, ഇസ്ലാമിക മാനദണ്ഡം പാലിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് തൊഴിൽ ചെയ്യാം, സമ്പത്തുണ്ടാക്കാം, ഒരു പ്രശ്നമല്ല. പക്ഷേ അതൊരു മാനദണ്ഡമാക്കി അതുണ്ടായെങ്കിലേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്ന് വെച്ച് അങ്ങനെ കല്യാണം വൈകിപ്പിക്കാൻ ഒരു മുസ്ലിമിന് ഒരു കാരണവശാലും പാടില്ല. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? യാ മഅ്ശറ ശബാബ്, ഏ യുവാക്കളെ, മനിസ്തദഅ മിൻകുമുൽ ബാ, നിങ്ങൾ വിവാഹത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ ഫൽയതസവ്വജ്, നിങ്ങൾ വിവാഹം കഴിക്കണം. എന്തേന് കാരണം കൂടി പറഞ്ഞു. ഫഇന്നഹു അഅ്ളു ലിൽ ബസർ വഅഹ്സനു ലിൽ ഫർജ്, നിങ്ങളുടെ കണ്ണിനെ താഴ്ത്തുവാനും ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കുവാനും ആ വിവാഹം നിങ്ങൾക്ക് അനിവാര്യമാണ്. ഇതിന്റെ മറുവശം എന്താ? സമയമായിട്ട് വിവാഹം കഴിച്ചില്ലെങ്കിൽ കണ്ണിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. സമയമായിട്ട് വിവാഹം കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയില്ല. ചില ആളുകൾ പറയും നിനക്കൊക്കെ സൂക്ഷിക്കാൻ പറ്റും, ഒരു പ്രശ്നമില്ല, എത്ര കാലമായിട്ട് സൂക്ഷിക്കാൻ പറ്റും. വെറുതെ പറയണത്. പച്ച വ്യഭിചാരത്തിലേക്ക് കടന്നു പോകും. പക്ഷേ അവരെന്ത് ചെയ്യുന്ന, ഒരു പേരൊന്നാണ് മാറ്റി വിളിക്കും. കുറച്ച് ഇംഗ്ലീഷ് പേരാണ് പറഞ്ഞാൽ ഒക്കെ ഹലാലായി എന്നാ തോന്നല്. ഇത് കേൾക്കുന്ന കുട്ടികൾ ശരിക്കും ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ആ ഇംഗ്ലീഷ് പേരും എന്നത് മയങ്ങി പോകൂല. എന്താ? ഞങ്ങൾ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, കുഴപ്പമൊന്നും. ഞങ്ങൾ അപ്പൊ ഈ കുട്ടിയാരാ? നിന്റെ കൂടെയുള്ള ഈ പെൺകുട്ടിയാരാ? ഈ ആൺകുട്ടിയാരാ? അത് ബെസ്റ്റിയാണ്, അത് ഫ്രണ്ടാണ്, അത് സീസൺഷിപ്പാണ്, അത് സിറ്റുവേഷൻഷിപ്പാണ്, അത് ഹുക്കപ്പാണ്. അല്ലേ? പലർക്കും പ്രായമുള്ളവർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷെ മറ്റവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എന്താ ബെസ്റ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇതന്നെ ഭാര്യയും ഭർത്താവും എങ്ങനെ ജീവിക്കും അതേപോലെ ജീവിക്കുക, അതന്നെ പരിപാടി. പേരൊന്നും മാറ്റി പറഞ്ഞു. കല്യാണം കഴിക്കാതെ ജീവിക്കുക. കല്യാണം കഴിച്ചിട്ട് ചെയ്യേണ്ട പണിയൊക്കെ കല്യാണം കഴിക്കാതെ ചെയ്യാൻ വേണ്ടി ഇന്ന് വിപണിയിലുള്ള ലിബറലുകൾ കൊണ്ടുവന്ന പദാവലികളാണിത്. അപ്പൊ പെരക്കാർക്ക് പ്രശ്നമല്ല. ആരെ കൂടെ അവള് ബൈക്കുമ്പോ പോണ്? അത് അവന്റെ ഫ്രണ്ടിന്റെ കൂടെയാണ്. അവരുടെ തീരുമാനമായി. എന്താ സീസൺഷിപ്പ്? ഒരു പ്രത്യേക സീസണിൽ ഒരു ബന്ധം. അഥവാ ഡിഗ്രിക്ക് പഠിക്കുന്നത് വരെ ഒരാളെ കൂടെ നടക്കുക, ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ PGക്ക് വേറൊരാളെ കൂടെ നടക്കുക, PG കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വേറൊരാളെ കൂടെ നടക്കുക. പണ്ട് കാലത്ത് ജാഹിലിയ കാലഘട്ടത്തിൽ നടന്നിരുന്ന പച്ച വേശ്യപ്പണിക്കിട്ട പേരാണത്. എന്താ തർക്കം? എന്നിട്ട് അത് ഇസ്തിരിട്ട് ഇങ്ങനെ പറഞ്ഞു നടക്കുക, വലിയ സംഭവം പോലെ. സിറ്റുവേഷൻഷിപ്പ് എന്താ? നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഡ്യൂട്ടിക്ക് പോയി എന്ന് കരുതുക. ഒരു ജോലി സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്തു, ഒരാഴ്ചക്ക് ഒരു ട്രെയിനിങ്ങിന് പോയി. അപ്പൊ ആ ആഴ്ച അവിടുന്ന് ഏതെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ട് ഒരു പെണ്ണുമാണ് ഒപ്പം ജീവിക്കുക. സിറ്റുവേഷൻ അനുസരിച്ച് ഒരു ഷിപ്പ്. അപ്പോൾ കഴിഞ്ഞ് ബന്ധാകെ ഒരു കുഴപ്പമല്ലോ. അത് ആ 5 ദിവസം കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഉത്തരവാദിത്വങ്ങളില്ലാതെ ഈ ലൈംഗിക അരാജകത്വത്തിലേക്ക് കാലെടുത്തു വെക്കുന്നതിന് വേണ്ടി ലിബറലിസം കൊണ്ടുവന്ന പദാവലികളാണ് ഇതൊക്കെ. ആ പദാവലികളെയാണ് നമ്മൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. നല്ലോണം ആലോചിക്കണം ഈ വിഷയം. വിവാഹങ്ങളോ, DJ പാർട്ടി ഇല്ലാത്ത വിവാഹങ്ങൾ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? തടുത്തിട്ട് നിൽക്കുന്നുണ്ടോ? ഇപ്പം ഇന്ന് പോരുമ്പോൾ ഒരാൾ എനിക്കൊരു വീഡിയോ അയച്ചുണ്ട്. ഞാൻ വിചാരിച്ചത് എന്തോ രാഷ്ട്രീയ പാർട്ടിക്കാർ തമ്മിൽ പ്രശ്നം ഉണ്ടായി കണ്ട് ടിയർ ഗ്യാസ് പൊട്ടിക്കുമല്ലോ, കണ്ണീർവാതകമൊക്കെ പ്രയോഗിക്കും, അവിടെ കച്ചറയും ബഹളമൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ എന്തോ ഒരു പ്രശ്നമാണ് പെട്ടെന്ന് വീഡിയോ ഉണ്ടപ്പോൾ തോന്നി. പക്ഷെ സംഭവം അതല്ല. ഒരു കല്യാണം, ആ കല്യാണത്തിങ്ങെ കുറച്ച് ചെറുപ്പക്കാർ വന്ന് പടക്കം പൊട്ടിച്ചു. പടക്കം പൊട്ടിച്ചപ്പോൾ അവിടുത്തെ കാരണവന്മാർ വന്നിട്ട് ആരാടാ പടക്കം പൊട്ടിച്ചു ചോദിച്ചു. അപ്പോൾ അവർ തിരിച്ചു ചോദിച്ചു, എന്താ പടക്കം പൊട്ടിച്ചാൽ കാട്ടുക? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ നാട്ടുകാരും ആ വന്ന ആൾക്കാരും തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുകയാണ്. ഒരു കല്യാണ പന്തലിലാണ് നടക്കുന്നത്. നിങ്ങൾ ആലോചിക്കും, ഭക്ഷണത്തിന്റെ പ്ലേറ്റൊക്കെ എടുത്ത് എറിയാണ്. എന്താ നമ്മളെ നാട്ടിൽ നടക്കുന്നത്? നല്ല രീതിയിൽ നിക്കാഹ് ഇങ്ങനെ നടക്കും ഉഷാറായിട്ട്. നിക്കാഹ് നടന്ന നിക്കാഹിന്റെ ആൾക്കാർ ഇങ്ങനെ ഈ കോണിമ കൂടി ഇറങ്ങിയ ഇപ്പുറത്തെ കോണിമ കൂടി വേറെ ഒരാളാണ് കയറി വരും. ഒരു പ്രത്യേക രീതിയിൽ വേഷം ധരിച്ച ഒരു സ്ത്രീ കയറി വന്നിട്ട് ഹേ ഗേയ്സ് ഇനി നമുക്ക് അടിച്ചു പൊളിക്കല്ലേ എന്ന് ചോദിക്കും. എന്നിട്ടാണ് മ്യൂസിക് ഇട്ടും കണ്ടാൽ ചാടില്ലേ എല്ലാവരും പാടെ കൂടിയിട്ട്. അവിടെ പ്രഷറുള്ള ഉമ്മയുണ്ട്, അറ്റാക്കുള്ള ഉപ്പയുണ്ട്, ഒരുപാട് രോഗികൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ കാത്ത് തകർന്നു പോകുന്ന രീതിയിലുള്ള ശബ്ദമാണ് അവിടെ. അതിനൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴെങ്കിലും നമ്മൾ തമ്മിൽ കാണുള്ളൂ, കുടുംബങ്ങൾ തമ്മിൽ ഒന്ന് പരസ്പരം കാണുമ്പോൾ ഒന്ന് സലാം പറയാനും വർത്താനം പറയാനും അതിനൊക്കെ ഉള്ളൊരു സമയമല്ലേ ഒരു കല്യാണത്തിന്റെ ദിവസം. പക്ഷേ ഇന്നത്തെ കല്യാണത്തിന് പോയിട്ടൊരു വാക്ക് നിങ്ങൾക്ക് മിണ്ടാൻ പറ്റുമോ? അവിടെ നിന്ന് നിങ്ങൾക്ക് പരസ്പരം 2 പേർക്ക് സംസാരിക്കണമെങ്കിൽ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് പോയി നിന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ കേൾക്കാൻ കഴിയില്ല. ഞാൻ ഉറപ്പ് പറയുന്നു,
കല്യാണങ്ങൾക്ക് ഇനി വിളിക്കുന്ന ആളുകൾ ഈ പരിപാടി, ഈ കൂത്താട്ടമുണ്ടെങ്കിൽ വിളിക്കാതിരിക്കുക നല്ലത്. അതുണ്ടാവുന്ന ആ നോട്ടീസിലാണ് എഴുതിയാൽ മതി. എങ്ങനെ മാന്യന്മാർക്ക് പോകാൻ കഴിയാം? ഈ രീതിയിലേക്ക് ഇന്ന് സമുദായം പോയിരിക്കുന്നു. അപ്പൊ ഈ അവസ്ഥയൊക്കെ വരുന്നത് ഈ ലിബറലിസത്തിന്റെ വഴിയിൽ നിന്നാണ്. അതേപോലെ തന്നെ മാതാപിതാക്കളോടുള്ള വെല്ലുവിളി, ഒന്ന് മുതിർന്നു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ശത്രു വാപ്പിയമ്മയാണ്. അവരരിക്കാക്കുക എന്നുള്ളതാണ് പരിപാടി. ആ രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. കരിയർ ഭ്രാന്ത് ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ബാച്ച് സംഗമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനെ അടിസ്ഥാനപരമായി എതിർക്കല്ല. ഏതെങ്കിലും സമയത്ത് പഠിച്ച ആളുകൾ ഒരുമിച്ച് കൂടുന്നതും സൗഹൃദം പങ്കിടുന്നതും എന്തെങ്കിലും സഹായങ്ങൾ ഉണ്ടാക്കുന്നതും അതിൽ പ്രയാസമുള്ള ആൾക്കാരെ സഹായിക്കുന്നതൊന്നും തെറ്റാണ് എന്ന് അഭിപ്രായമേ ഇല്ല. പക്ഷേ അത് ഇന്ന് അതിരി കവിഞ്ഞ് പോയി 1ാം ക്ലാസ് പഠിച്ച ആൾക്കാർ വരെ ബാച്ച് സംഗമം സംഘടിപ്പിക്കുന്ന അവസ്ഥ. എന്നിട്ട് അതൊക്കെ അവസാനം എല്ലാ പുഴയും സമുദ്രത്തിലേക്ക് എന്ന് പറഞ്ഞതുപോലെ എല്ലാ സംഗമങ്ങളുടെ അവസാനത്തിൽ ഈ DJ പാർട്ടിയും ഡാൻസും പരിപാടിയാണ്. അതിൽ ഈ മുതിർന്ന ആൾക്കാർ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പറയട്ടെ, ഇന്ന് പ്രായമുള്ളവരുപ്പായി പരിപാടിയിൽ കുറവൊന്നുമല്ല. പ്രായമുള്ളവരെ സംഗമം നോക്കിയാലും അതിൻ്റെ റീൽസ് പരിശോധിച്ച് നോക്കിയാലും 70 വയസ്സുള്ള 60 വയസ്സുള്ള മാഷും ടീച്ചറും നിന്നുകൊണ്ട് ചാടുകയാണ് അല്ലേ. ഇപ്പം അടുത്തൊരു വിവാഹ വാർഷികത്തിൻ്റെ ഒരു റീൽസ് കണ്ടു. ആരോ ഒരാൾ അയച്ചെന്നതാണ്. അപ്പം എന്താ സംഭവം എന്നറിയോ? 70 വയസ്സോളമായി എത്തിയ രണ്ടാളുകൾ തമ്മിൽ അവരാദ്യമായിട്ട് കല്യാണം കഴിക്കുന്ന അന്നത്തെ രീതിയിലുള്ള ഡ്രസ്സിട്ട് മാലയൊക്കെ ചാർത്തി വിവാഹ വാർഷികം ആഘോഷിക്കുക. എന്നിട്ട് പേരക്കുട്ടികൾ മക്കളൊക്കെ നിന്നുകൊണ്ട് കൈയൊട്ടുക, ചാടിക്കളിക്കുക. നിങ്ങൾ ആലോചിച്ചുകൊണ്ട് മണിയറയ്ക്ക് രണ്ടാളെയും കൊണ്ടുപോയി ആക്കുക. ആരെ? ഈ 60-70 വയസ്സുള്ള മനുഷ്യന്മാരെ. അപ്പൊ അതൊരു ടീം ചെയ്താൽ അത് മറ്റൊരു പിന്നെയും ചെയ്യാം. എന്താണ് നമ്മൾ അവസ്ഥകളെന്ന് ആലോചിച്ച് നോക്കി. എവിടേക്കാണ് നമ്മൾ പോണത്? ഇങ്ങനെ ഓരോ പേര് പറഞ്ഞ് ആഘോഷത്വരയുടെ പിന്നാലെ പോകുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ലിബറലിസത്തിന്റെ ആഴക്കടൽ പറഞ്ഞാൽ തീരാത്തത്രയുണ്ട്. എന്താ അതിന് പരിഹാരം? ഇത് കേൾക്കുമ്പോൾ നല്ല ബേജാറ് എല്ലാവർക്കും ഉണ്ടാവും. കുറച്ച് മതബോധമുള്ളവർക്ക് ബേജാറുണ്ടാവും. ഇനി പരിഹാരമുണ്ട്. എന്താ പരിഹാരം എന്നറിയോ? ആ പരിഹാരത്തിന്റെ പേരാണ് ഈ ബാലുശ്ശേരി ജുമാ മസ്ജിദ് എന്ന് പറയുന്നത്. ആ പരിഹാരത്തിന്റെ പേരാണ് ഇവിടെ നടക്കുന്ന ജുമാ ഖുതുബ എന്ന് പറയുന്നത്. ആ പരിഹാരത്തിന്റെ പേരാണ് ഇവിടെ നടക്കുന്ന മദ്രസ എന്ന് പറയുന്നത്. ആ പരിഹാരത്തിന്റെ പേരാണ് ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ എന്ന് പറയുന്നത്. ആ പരിഹാരത്തിന്റെ പേരാണ് കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അഥവാ ഇവിടെ നടക്കുന്ന മതപരമായ ഓരോ കാര്യങ്ങൾക്കും നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ ഭാര്യമാർ പങ്കെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ജുമഴക്ക് നേരത്തെ വരിക, ഖുതുബകൾ ശരിക്ക് കേൾക്കുക. അതിനാണ് പള്ളി. ലിബറലിസത്തിന്റെ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ച് വീശുമ്പോ നമുക്ക് പിടിച്ചു നിൽക്കുവാനുള്ള പിടിവള്ളിയുടെ പേരാണ് ബാലുശ്ശേരി ജുമാഅത്ത് പള്ളി എന്ന് പറയുന്നത്. ഈ മതനിരാസത്തിന്റെ കുത്തൊഴുക്കിൽ നമ്മൾ ഒഴുകിപ്പോകുമ്പോ നമുക്ക് പിടിച്ചു നിൽക്കുവാനുള്ള വേരിന്റെ പേരാണ് ഇവിടെയുള്ള മദ്രസ എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുക. ഈ കൊടുങ്കാറ്റിൽ ആട്ടിയുലയാതിരിക്കാൻ ഈ കൂട്ടായ്മയോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കുക. അതാണ് ഈ മഹല്ല് സമ്മേളനത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ ഒരു കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ നമ്മൾ ആത്മീയമായി തയ്യാറാകണം. അതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഈ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുക, നമ്മളെ മക്കൾ കേൾക്കുക, എല്ലാവരും കേൾക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇതിന് നേരം കൊടുക്കുക, ഇതിന് പ്രയോറിറ്റി കൊടുക്കുക. ഇതേ ഒരു മാർഗ്ഗമുള്ളൂ. പിന്നെ നമ്മൾ എപ്പോഴാണ് മരിക്കുക നമുക്ക് പറയാൻ കഴിയില്ല. എല്ലാവരോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ദീനീ പ്രബോധനം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വാശിയല്ല. ഇതെന്താണ്? ഇത് നമുക്ക് നാളെ പരലോകത്ത് ജയിക്കാനുള്ള ഒരു പ്രവർത്തനം മാത്രമാണ്. അത് നമ്മളെല്ലാവരുടെ കാര്യത്തിലും വേണം. ഇന്നെല്ലാം ഒരു വാശിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു വാശിപ്പുറത്ത് ചെയ്യേണ്ട കാര്യങ്ങളല്ല നമ്മുടെ ദഅ്വാ പ്രവർത്തനങ്ങൾ. ആ ഒരു കാര്യം നമുക്ക് നല്ല ഓർമ്മ വേണം. നമ്മൾ നമ്മുടെ ദീനും അനുസരിച്ച് പോവുക. നമ്മൾ ഇന്ന് മരിച്ച് ഈ പള്ളിയിൽ മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ വെച്ച് ഖത്തീബോ അല്ലെങ്കിൽ കുടുംബക്കാരോ പറയണത് ഇദ്ദേഹവുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവരും നിങ്ങൾ വിട്ടു പുറത്തു കൊടുക്കണം എന്ന് പറയുമ്പോൾ ആത്മാർത്ഥമായിട്ട് ആളുകൾക്ക് നമ്മളോട് ഒരു വിഷമം ഇല്ലാത്തൊരവസ്ഥ, അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ മരിച്ചു പോകാൻ. ഒന്നും ബാക്കിയാക്കരുത്. ഏതെങ്കിലും സമയത്ത് അങ്ങോട്ടും ഒക്കെ നമ്മൾ പറഞ്ഞു പോവുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം? ഒക്കെ അങ്ങോട്ട് പൊരുത്തപ്പെടിച്ച് എപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് പോവുക എന്ന് പറയാൻ കഴിയില്ല. നമുക്ക് പോകുമ്പോൾ തെളിഞ്ഞ ഹൃദയത്തോടു കൂടി ആളുകൾ നമുക്ക് അല്ലാഹു മഗ്ഫിർ ലഹു എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു അന്തരീക്ഷം ഉണ്ടാക്കണം. ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ പല നാടുകളിലും കാണുന്നത്
ഇത്ര കാലം ഉണ്ടാക്കിയ ബന്ധങ്ങളൊക്കെ നിസ്സാരമായ പ്രശ്നത്തിൻ്റെയും വാശിയുടെയും ഒക്കെ പേരിൽ അതൊക്കെ ഇല്ലാതെയായി അവസാനം എല്ലാവരാലും വെറുക്കപ്പെട്ട് മരിച്ചു പോകുന്നൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത്. അതൊരു ദുര്യോഗമാണ്, മനുഷ്യന്മാരുടെ ദുര്യോഗമാണ്. അതുകൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി, ഐക്യത്തോടു കൂടി, യോജിപ്പോടു കൂടി മുന്നോട്ട് പോവുക. അതിൽ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ആമീൻ യാ അർഹമർ റഹീം.